Alhamdulillah, Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala alihi wa sahbihi ajma'in. Rabbi zidni ilman nafi'an wa amalan mutaqabbala, rizqan halalan tayyiban, quluban khashi'ah. Billahi minash shaitanir rajim. Bismillahir rahmanir rahim. Ya ayyuhalladhina amanu qu anfusakum wa ahlikum nara. അതായത് നമ്മുടെ ഇന്നത്തെ വിഷയം അതായത് ഹൗ ടു കൺട്രോൾ ടീനേജേഴ്സ് അല്ലെങ്കിൽ ഹൗ ടു മാനേജ് അഡോൾസൻസ്. ഇതൊരു റിക്വസ്റ്റഡ് ടോപ്പിക് ആണ്. ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മൈ ബിലഡ് സിസ്റ്റേഴ്സ്. അപ്പം ഇതൊരു റിക്വസ്റ്റഡ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ആകാംക്ഷാഭരിതരായിട്ട് കാത്തു നിൽക്കുന്നുണ്ടാവും അല്ലെ? ഈ കുട്ടികളെ അതായത് നിലക്ക് നിർത്തുക, ചെൽപ്പടിക്ക് നിർത്തുക, നമ്മൾ പറയും പോലെ അനുസരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള വിഷയമായിട്ടാണ് നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നത് അല്ലെ? അപ്പോ ഇതിന് ഒരു എന്താ പറയാ, ഒരു ഒറ്റമൂലി ഉണ്ട്, അതായത് സിംഗിൾ റൂട്ട്. അപ്പൊ ഞാനൊക്കെ വയറ്റുന്ന് ശോധന ഇല്ല, വയറ്റുന്ന് പോക്ക് വന്നാല് ഒരു ഒറ്റമൂലി ഉണ്ട്. അതായത് ഒരു ഫുൾ ചെറുനാരങ്ങ എടുത്ത് ഒരു സ്പൂൺ ഫുള്ള് പഞ്ചസാര ഇട്ടിട്ട് അത് കുടിച്ചാല് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ പിന്നെന്താ പറയാ ഡിസെൻട്രി ഒന്ന് കുറയും. 2-3 പ്രാവശ്യം ഇടവിട്ട് ചെയ്താൽ വളരെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഈ നമ്മുടെ മക്കളെ പറഞ്ഞത് കേൾപ്പിക്കുക, അനുസരിപ്പിക്കുക എന്നുള്ളതിന് ഒരു ഒറ്റമൂലി ഉണ്ട്. എനിവൺ നോ ഇറ്റ് ഈസ് ഒറ്റമൂലി? ആർക്കെങ്കിലും അറിയാവോ? റഷീദാന്നോ അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കി. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയാവോ ഇതിനൊരു ഒറ്റമൂലി? ഡസ് എനിവൺ നോ? പ്ലീസ് റൈസ് യുവർ ഹാൻഡ്സ് ഓർ സേ. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഉത്തരം പറയാം. അറിയോ? ഇല്ല. നന്നായി സ്നേഹിക്കല്ലേ? നന്നായി സ്നേഹിക്കുക നമ്പർ 1. പിന്നെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? പറഞ്ഞോളി. കാരണം നിങ്ങൾ പറയുന്നതിലും ഉണ്ടാവും, എന്നെക്കാൾ ക്ലാസ്സുകൾ കേൾക്കുന്നവരാണ് നിങ്ങൾ. അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഞാന് അള്ളാഹുവിനോട് പറയാ, എന്നിട്ട് അവരടുത്ത് പറയുമ്പോ അതും കേൾക്കുന്നതാണ്. ചോദ്യം എന്താ മനസ്സിലായില്ല? എന്താ ചോദ്യം? മക്കള് നമ്മൾ പറയുന്നിടത്തില് മക്കള് നിൽക്കുന്ന ഒരു ഘട്ടം നമ്മളെ പാരന്റ്സ് പറയുന്ന പോലെ കേട്ടിരുന്നു അല്ലെ? ഒരു വലിയ കല്യാണം കഴിഞ്ഞിട്ട് പോലും നമുക്ക് അവിടുത്തെ എന്തേ വിഷമം വീട്ടിൽ പറയാൻ പേടിയ, കാരണം നമ്മളെ ഉമ്മയും ഇപ്പൊ വിഷമിക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അവര് പോറ്റിയതും അങ്ങനെ, നമ്മളെ ശീലങ്ങളും അങ്ങനെ. പക്ഷെ എന്നാ കാലഘട്ടം മാറി, ന്യൂജനാണ്, ആൽഫ ജനാണ് അല്ലെ? അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ അവര് പിന്നെ ശരിക്കുള്ള നയത്തിലൂടെ നല്ല രീതിയിൽ നമ്മളൊക്കെ വളർന്ന പോലത്തെ ഒരു നല്ല ചുറ്റുപാടിൽ കുട്ടികളെ ആക്കിക്കൊണ്ടുവരാൻ ഒരു ഒറ്റമൂലി ഉണ്ട്. അതെന്താണെന്ന് ഞാൻ ചോദിച്ചത്. ഒരു ഒറ്റമൂലി, ഒറ്റൊരു മരുന്നേ ഉള്ളൂ അതിന്. എന്താണെന്നറിയാം? ഞാൻ മ്യൂട്ട് ചെയ്തോളെ, പറയാം ഇൻഷാ അല്ലാഹ്. അതാരാ പറഞ്ഞ? അൽഹംദുലില്ലാഹ്. അപ്പോ നമ്മളെ മക്കളെ നന്നാക്കാനുള്ള ഒറ്റമൂലി, നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഞാൻ ചോദിച്ചതാണ്. എനിക്കറിയുന്നതിൽ എന്തെങ്കിലും അധികം നിങ്ങൾക്ക് അറിയാമോ എന്ന് വിചാരിച്ച് ചോദിച്ചതൊക്കെ. അതായത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അല്ലെ, അവരെ എങ്ങനെ അനുസരണ പഠിപ്പിക്കും എന്നതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ആസ് എ കോച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യം നന്നാവേണ്ടത് നമ്മളാണ്, അവരല്ല അല്ലെ? അതായത് ആദ്യം റിപ്പയർ ചെയ്യേണ്ടത് നമ്മളെ മെഷീനാണ്. നമ്മുടെ മെഷീനൊക്കെ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഡേറ്റഡ് ആയിട്ടുണ്ട് അല്ലെ? നമ്മളിപ്പം പറയുന്ന സ്വഭാവ രീതികളോ പഠിപ്പിക്കുന്ന രീതികളോ അവരോട് പെരുമാറ്റുന്ന രീതികളോ ഒന്നും തന്നെ ആക്ച്വലി ഒരിക്കലും ശരിയല്ല. ഇന്നത്തെ ഈ കുട്ടികളോട് പെരുമാറേണ്ട, അവർക്ക് എഴുതിയെടുക്കേണ്ട ഒരു സ്റ്റെപ്സേ അല്ല എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അല്ലെ?
അപ്പം കൗമാരക്കാരെ നിലക്ക് നിർത്താനുള്ള ഒറ്റമൂലി ഏറ്റവും ഫസ്റ്റ് ദുആ. അത് പിന്നെ ഈ കൗമാരക്കാരുടെ വിഷയത്തിലല്ല, ലോകത്തിലെ ഈച്ച് ആൻഡ് എവറി കാര്യത്തിന് നമുക്ക് ദുആ തന്നെയാണ് ശരണം അല്ലെ. എന്ന് വെച്ച് ദുആ മാത്രം ചെയ്ത് മക്കളോട് ഷട്ടപ്പിയർ മൗത്ത് എന്ന് പറഞ്ഞാൽ മക്കൾ നന്നാവോ? ഇല്ല. ദുആ മാത്രം പോരാ. അതായത് തവക്കുൽ ചെയ്യുമ്പോൾ കെട്ടിയിട്ട് തവക്കുൽ ചെയ്യുക എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ തന്നെ അതിനും അല്ലെ ചില മാനദണ്ഡങ്ങളുണ്ട് അല്ലെ. അവരോട് കണ്ട ഇപ്പൊ ആരോ ഇവിടെ പറഞ്ഞല്ലോ അല്ലെ, സ്നേഹിക്കുക, ചേർത്ത് നിർത്തുക, ഫ്രണ്ട്സിനെ പോലെ ആക്കുക. ആരോ ഒരാൾ പറഞ്ഞല്ലോ അല്ലെ, അതാണ് ഏറ്റവും നല്ല റെമഡി. ഫ്രണ്ട്സ് ആക്കുക, മക്കളെ ഫ്രണ്ട്സ് ആക്കുക. ആ ഫ്രണ്ട്സ് ആക്കുമ്പോഴെന്ന് പറയുന്നത് നമ്മൾ ഇത്രയും കാലം അനുഷ്ഠിച്ചു പോന്ന, നമ്മൾ ഇത്രയും കാലം കണ്ടുപോന്ന ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഫ്രണ്ട്സ് ഒന്നാക്കാന്ന് പറഞ്ഞാലൊന്നും നടക്കുന്ന കാര്യമല്ല. സോ നമ്മൾ ആ കാര്യങ്ങളൊന്ന് പഠിക്കണം അല്ലെ, പഠിച്ചു വരണം. എങ്ങനെയാണ് അവരെ സ്നേഹിച്ച് ഇതാക്കുക, അവരെ കൊണ്ട് നടക്കുക എന്നുള്ള വിഷയത്തിലൊക്കെ നമുക്കൊരു ക്ലാസ്, ഒരു അവയർനെസിന്റെ അത്യാവശ്യമുണ്ട്. അവയർനെസ് ഇല്ലാണ്ട് നമുക്ക് ഈ കാര്യം ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അത് സെക്ഷൻ 1. അവരെ നമ്മളെ ചങ്ക് ബ്രോസ് ആക്കിയേക്ക, ചങ്ക് ബ്രോസ് ആക്കിയേക്ക അല്ലെ. ചങ്ക് ബ്രോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിയർ ഫ്രണ്ട്സിന് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു മോഡേൺ നെയിമാണ് ചങ്ക് ബ്രോസ്. മക്കളെയും അതുപോലെ ആക്കി വെക്കുക അല്ലെ. ഭർത്താക്കന്മാരിപ്പോ എല്ലാ സ്ത്രീകൾക്കും പരാതിയാണ്, നമ്മളെ ഭർത്താവ് അങ്ങനെ ആക്കുന്നില്ല, അങ്ങനെ ആക്കുന്നില്ല, എനിക്ക് അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല അല്ലെ. പക്ഷെ അവരെന്തൊക്കെ ചെയ്യുന്നെന്ന് ചോദിച്ചാലോ കുറച്ചു നേരത്തൊക്കെ അവർക്ക് മിണ്ടാട്ടുണ്ടാവില്ല. പലതും ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവർക്ക് എന്താക്കാൻ സമയമില്ല. ഭർത്താവിന്റെ ആ ചെയ്തികളെയൊക്കെ അവര് ഉണ്ടല്ലോ ഒരു നന്ദിപൂർവ്വം സ്മരിക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവം നമുക്ക് ഇല്ല അല്ലെ. അത് നന്ദി അദ്ദേഹത്തിന് തന്നെ ഡയറക്ട്ലി കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴേ ഉള്ളൂ നമ്മളോട് ഇങ്ങോട്ടൊരു സ്നേഹം തോന്നുക അല്ലെ. അതാണ് മെയിൻ റീസൺ. നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ പറ്റുന്ന എല്ലാ പ്രശ്നത്തിന്റെയും മെയിൻ റീസൺ അതാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാടാണ്. അപ്പം നമ്മൾക്ക് എല്ലാം ആഗ്രഹമുണ്ട് നമ്മളെ കുട്ടികൾ നല്ലൊരു ക്വാളിറ്റി ബിൽഡപ്പ് ചെയ്യണം, റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം, നല്ല റെസ്പെക്റ്റ് വേണം അല്ലെ. റിലേറ്റീവിനെയും ഫ്രണ്ട്സിനെയും നെയ്ബേഴ്സിനെയും ഒക്കെ കണ്ടാൽ അവരൊന്ന് ആക്സെപ്റ്റ് ചെയ്യണം, എന്ത് പറഞ്ഞാലും അവരനുസരിക്കണം അല്ലെ. ചങ്ക് ബ്രോസ് ആയി മാറണമെങ്കിൽ നമ്മൾ എന്താണ്, നമുക്കൊരു യു വിൽ ബി ഗെറ്റ് മിറാക്കിൾ റിസൾട്ട്. ഈ കൊല്ലത്ത് ഞാൻ പറയുന്ന ആ സ്റ്റെപ്സുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ വടിയെടുക്കുകയോ ശാസിക്കുകയോ ചീത്ത വിളിക്കുകയോ ഭയപ്പെടുത്തുകയോ ഒന്നും വേണ്ട. അവർ ഇന്ന് ലോകോത്തര ഏറ്റവും നല്ല മക്കളായി വളരുകയും മാത്രവുമല്ല അവരെ നമുക്ക് സധൈര്യം പറഞ്ഞു വിടുകയും ചെയ്യാം ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും അല്ലെ. അതിന്റെ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് ഞാനൊന്ന് പഠനം നടത്തിയിട്ട് എഴുതിയ ബുക്കാണ്, ഒരു ഇംഗ്ലീഷിൽ ആ ബുക്ക് ഉണ്ട്. ആ ബുക്ക് എന്ന് പറയുന്നത്, കാരണം അവരെന്തെങ്കിലും ഇപ്പൊ നമ്മളെ മോന് ഞാനിപ്പം ബാംഗ്ലൂരൊക്കെ പറഞ്ഞയച്ചു. ബാംഗ്ലൂർ പൊതുവെ ആർക്കും ഒരു റിമാർക്കുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ പറഞ്ഞ നല്ല കോഴ്സ് അവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിർബന്ധിത സാഹചര്യത്തിൽ പറഞ്ഞയക്കേണ്ടി വന്നു. മോളാണെങ്കിൽ പറയും വേണ്ട, മോളെ തീരെ അയക്കാതിരിക്കുക നല്ല, മോനെ പറഞ്ഞയച്ചെന്ന് വിചാരിക്കാം. എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഫിക്കർ എന്താവും എന്നുള്ള. അപ്പൊ നമ്മൾ ഈ ഒരു ബുക്ക് കൈ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ അവൻ ആക്ച്വലി ചോദിക്കുമ്പോ വിളിക്കുമ്പോ ഒക്കെ ചോദിക്കാം, മോനെ നീ ദുആ ചെയ്യലുണ്ടോ, ദുആ ചെയ്യലുണ്ടോ എന്ന് ചോദിക്കുക. അപ്പൊ ആക്ച്വലി അതിന്റെ ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാല് അവനിങ്ങനെ ദുആ ചെയ്ത് കഴിയുമ്പോ പിന്നെ ഓനിനി ചീത്ത ആവാന്ന് വിചാരിച്ചാൽ പോലും ഇവന്റെ ദുആയുടെ അതിപ്രസരണം ഓനെ ചീത്ത ആക്കാൻ പറ്റൂല. രാവിലെ എണീച്ചിട്ട് പറയാ അബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ ഓൻ ചെല്ലി. ഓനിന്റെ അർത്ഥം ഒന്നും അറിഞ്ഞിട്ടൊന്നും ചെല്ലിയതല്ല. അപ്പോൾ ഓൻ വിചാരിക്കാൻ ഞാൻ മോശമാകട്ടെ എന്ന് വിചാരിച്ചാൽ പോലും ഓന് മോശമാകാനുള്ള ഒരു ചാൻസ് അവിടെ കിട്ടൂല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതെന്റെ ബുക്ക് ആയതുകൊണ്ടൊന്നല്ല, ഞാനത് പ്രത്യേകം എസ്പെഷ്യലി കുട്ടികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു വിഷയം ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത്. പിന്നെ അതുപോലെ അവർക്ക് കല്യാണം വേണ്ട, മക്കള് വേണ്ട, പിന്നെ കുടുംബ ബന്ധങ്ങൾ വേണ്ട എന്നൊക്കെ അവർ പറയും. അപ്പൊ അവരതിൽ ദുആ ചെയ്യിക്കുന്നുണ്ട്, റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാത്തിനാ ഖുറത അയുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഏതെങ്കിലും
ഒരു സുലഭ മുഹൂർത്തത്തിൽ ഓനത് പ്രാർത്ഥിച്ചു പോകും. 5 വക്ത് വക്തിലെടുക്കുമ്പോ ഇല്ലെങ്കിൽ 2 വക്ത് തന്നെങ്കിൽ അതിലെന്താണ്, അസുവാജ് ഇണകളെ നന്നാക്കണേ, നമുക്ക് സ്വാലിഹായ മക്കളെ തരണേ, മുത്തക്കിങ്ങൾക്ക് ഇമാമാവണേ എന്നുള്ള നല്ല നല്ല കാര്യങ്ങൾ അവൻ ദുആ ചെയ്ത് പോയിട്ടുണ്ട്. അഥവാ അവന്റെ ഫ്രണ്ട്സൊക്കെ അവനെ ചീത്താക്കാൻ ശ്രമിച്ചാലും അവന് പറ്റില്ല. കാരണം അവന് അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, സംരക്ഷണ വലയുണ്ട്. ആ ഒരു ബൗണ്ടറിക്കുള്ളിലാണ് ഓൻ നിൽക്കുന്നത്. പിന്നെ പിന്നീട് തുറക്കുന്ന റബ്ബി ജാലിനി മുഖീമ സ്വലാത്തോ മിൻ ദുരിയത്തി റബ്ബന തഖബ്ബൽ ദുആ, പഠിച്ചവനെ എന്റെ മക്കളെ ഇനി തഖബ്ബൽ പിന്നെ നമസ്കാരം നിലനിർത്തുക. അപ്പൊ മക്കളെ നമസ്കാരം നിലനിർത്തണമെങ്കിൽ ആക്ച്വലി ഓൻ നമസ്കരിക്കുന്നവനാവണം അല്ലെ. ഓൻ നമസ്കരിക്കുന്നവനാണെങ്കിൽ അവന്റെ മക്കളെ നമസ്കാരവും നിലനിർത്തും. പോരാത്ത പെണ്ണ് കിട്ടൂല, കുട്ടികൾ വേണ്ട അല്ലെ, ഓനായാലും ഓളായാലും നടക്കുമ്പോ ഓർമ്മയില്ലാണ്ട് ഇത് ദുആ ചെയ്യുമ്പോ അവർക്ക് എന്തായി, കുടുംബ ജീവിതത്തിലേക്കുള്ള ഒരു മുന്നേറ്റവും കൂടി ആയി കിട്ടി അല്ലെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാത്തിനെയും കൂടെ കട്ടിയിട്ട് തവക്കുൽ ചെയ്യുക എന്ന് പറഞ്ഞ പോലെ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു പ്രിക്കോഷൻ എടുത്തിട്ട് വേണം ചെയ്യാൻ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മക്കളെ നമുക്ക് എവിടെയും പറഞ്ഞിടാം. ബാംഗ്ലൂരിലോ ലോകത്തിന്റെ ഏത് കോന്നാരി മൂലയിൽ വേണമെങ്കിലും പറഞ്ഞിടാം. വലാഹും അലൈഹിം വലാഹും യഹ്സനൂൻ, അവരെ മേൽ നിങ്ങൾ പേടിക്കുകയേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല അല്ലെ. ആ ഒരു ട്രിക്ക്, വാട്ട് ഈസ് ദ ട്രിക്ക്, ആ സൂത്രം എന്താണ് അല്ലെ? ആദ്യം നിങ്ങൾ അവരെ അനുസരിക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് എന്താ പറയുന്ന, മക്കൾ നമ്മൾ അനുസരിക്കാനോ, മക്കൾ തലയും വല്ലാത്തൊക്കെ പറയുമ്പോ നമ്മൾ കേൾക്കാനോ എന്നാണോ ടീച്ചർ പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും അല്ലെ. നമ്മളെ ട്രഡീഷണൽ തെറാപ്പികൾ, ട്രഡീഷണൽ തിയറികൾ നമ്മളെ ഉമ്മ പഠിപ്പിച്ചത്, നമ്മളെ ഉമ്മ സ്കൂളിലൊന്നും മര്യാദയ്ക്ക് പോയിട്ടില്ല, അതിനൊക്കെ ഡിഗ്രി നിങ്ങളെ ഉമ്മക്ക് ഉണ്ടോന്ന് അറിയില്ല, ഇല്ലാത്തവരായിരുന്നു അല്ലെ. അപ്പൊ നമ്മള് ഉമ്മമാര് അന്ന് കാണിച്ചെന്ന ആ ഒരു ട്രഡീഷണൽ വേ ഓഫ് തിങ്കിങ് അല്ലാണ്ട്, ട്രഡീഷണൽ തിയറി അല്ലാണ്ട്, ട്രഡീഷണൽ പാത്ത് അല്ലാണ്ട് അത് വിട്ടിട്ട് ഗിവ് അപ്പ് ചെയ്തിട്ട് ഒരു പുതിയ പാരന്റിങ് റൂൾ, ഇപ്പം പാരന്റിങ്ങിന് വേണ്ടി ക്ലാസ്സുകൾ ഇഷ്ടംപോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം നല്ല നല്ല മാതാക്കൾ ഉണ്ടെങ്കിലേ നമുക്ക് ന്യൂജനില് നല്ല ആരെ കിട്ടുള്ളൂ, നല്ല മക്കൾ ഉണ്ടാവുള്ളൂ അല്ലെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് എല്ലാരും പിന്നെ പാരന്റിങ് ക്ലാസ്സിന് പോവാ, പാരന്റ്സ് ഒക്കെ. എന്നിട്ട് അവിടെ നിന്ന് കിട്ടിയ കോച്ചിങ് അനുസരിച്ചാണ് മക്കളെ പഠിപ്പിക്കുന്നത്. കാരണം വെച്ചാൽ ഇതിന്റെ ഇടക്കാലഘട്ടങ്ങളിൽ നമ്മളെ കുട്ടി ഇപ്പൊ SLC ജയിച്ച് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പാരന്റ് പറയും ഇനി ഡോക്ടർ ആവണം. പക്ഷെ ഓനിക്കാണെങ്കിൽ ഈ ഡോക്ടർ എന്ന് പറയുന്നത്, കത്തിയെടുക്കുന്നു, മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അലർജിയാണ്, ഒട്ടും ഇഷ്ടമില്ല. പക്ഷെ ഉമ്മാന്റെ അല്ലെങ്കിൽ ഉപ്പാന്റെ നിർബന്ധ പ്രകാരം അവനത് പഠിക്കാൻ പോകുന്നു, അവനത് പഠിക്കുന്നില്ല. എൻ്റെ അറിവിൽ ഒരാളുണ്ട്, നല്ല PG എടുത്ത് PG ഡോക്ടറൊക്കെ ആയിട്ട് പറയാണ്, ഞാനിത് ആരോ കുത്തിക്കയറ്റിയ പോലെ വന്നതാ, എനിക്ക് തീരെ ഇഷ്ടമില്ല. എന്നിട്ട് വീണ്ടും പോയി BTech പഠിച്ചിട്ട് എഞ്ചിനീയറായി വന്നിക്കണ അയാൾ, മെഡിസിൻ കഴിഞ്ഞിട്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ഉപ്പയും ഉമ്മയും പറയും, അത് കേട്ട് മക്കളും ഇതാവും. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ഒരിക്കലും തന്നെ നമ്മുടെ ഇഷ്ടവും നമ്മളുടെ പാഷനൊന്നും അവരെ മേലിൽ കുത്തിച്ചെലുത്തരുത്. അവർക്ക് എന്താണോ ഇഷ്ടം അതാവട്ടെ. അവരെ പാഷൻ എന്ന് പറഞ്ഞാൽ സെൽഫ് ലൈക്ക് അല്ലെ, സ്വന്തം എന്താണോ അവരിഷ്ടപ്പെടുന്നത് അത് ചെയ്യട്ടെ. അതിനവർക്ക് അതും എൻ്റെ മോൾ എന്ന് പറയുന്നത് ഒരു എന്താ പറയണ്ടേ, ഒരു പിന്നെ ഇൻഡിവിജ്വൽ പേഴ്സൺ ആണ്, ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് വളരാനുള്ള സ്വാതന്ത്ര്യം, സ്വന്തം ഇഷ്ടങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, സ്വന്തം ഇഷ്ടങ്ങൾ ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, എവിടെ പോകണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ അത്യാവശ്യം അവനുണ്ട്. പക്ഷെ അവൻ ആ സ്വാതന്ത്ര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴും ഒരു കയറ് നമ്മുടെ കയ്യിൽ വേണം. പക്ഷെ അത് ഒരു എന്താ പറയാ, കാണാത്ത ഒരു തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ചരടായിരിക്കണം അല്ലെ. കുട്ടികൾക്ക് തിരിച്ചറിയരുത് ഉമ്മന്റെ ഉപ്പന്റെ കയ്യിൽ നമ്മളെ കൺട്രോളിന്റെ പവർ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ അവരെ കൈകാര്യം ചെയ്യണം. നമ്മളൊക്കെ എന്ന് പറയുന്നത് കതിരില് വളം വെച്ച് കെട്ടുന്നല്ല അല്ലെ. എല്ലാം പ്രായമായി 10-28 വയസ്സായി, 10, 18, 19 അപ്പൊ അവരെ നന്നാക്കാൻ ശ്രമിക്കും, മുൻപേ ശ്രമിക്കൂല. അതുകൊണ്ടാണ് നമ്മളെ കുട്ടികൾക്ക് ഇങ്ങനെ പല തിരിഞ്ഞ കളികൾ. അപ്പൊ നമ്മള് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നില്ല, അതുപോലെ ചെറുപ്പത്തിലേ വരെ ട്രെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നിങ്ങളിൽ പലരും ഗ്രാൻഡ് മദേഴ്സ് ആയിട്ടുണ്ടാവും, വല്യമ്മമാരാണ്. അപ്പൊ നിങ്ങൾക്ക് റോൾ ഇല്ലാന്ന് വിചാരിക്കേണ്ട. നിങ്ങളെ പേരക്കുട്ടികൾ നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് ആ രീതിയിൽ ട്യൂൺ ചെയ്തെടുക്കാം. ഉമ്മമാരാണെങ്കിലും അവർക്കും ഇതൊരു ബെറ്റർ ഐഡിയ ആയിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ മൂന്നാമത്തെ സെഷൻ, ഇവരെ ഈ ടീനേജേഴ്സ് എന്ന് പറയുന്നത് പണ്ട്
13 മുതലാ 13-14 മുതൽ. പക്ഷെ ഇപ്പൊ ഇത് 10th മുതൽ തന്നെ ആരംഭിക്കുന്നു, 10 വയസ്സ് മുതൽ ആരംഭിക്കുന്നുണ്ട്. മാത്രമല്ല അപ്പം തന്നെ ഹോർമോൺ ഭയങ്കരമായിട്ട് ഹോർമോൺ ബാലൻസും, മാറിടങ്ങൾ വളരുന്നു, നല്ല തടിക്കുന്നു. അങ്ങനെ ഇപ്പോഴത്തെ കുട്ടികൾ വളരെ നല്ല ഹെൽത്തി എന്ന് പറഞ്ഞുകൂടാണ്, ഹെൽത്തിയാണ്, ഒരു ഓവർ തടിയാണ് ഹെൽത്തി ആണല്ലോ. പക്ഷെ അങ്ങനെ ഒരു ബൾജ് ചെയ്ത മാതിരി വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഈ ടീനേജ് ഇഷ്യൂസും ടീനേജ് ക്വാളിറ്റീസും നേരത്തെ കാലത്തെ തന്നെ ആരംഭിക്കുന്നുണ്ട് അല്ലെ. അവരെ ഒരു തൊട്ടാൽ പൊട്ടുന്ന പ്രായമാണ് ഈ ടീനേജ് എന്ന് പറയുന്നത്. ഇമോഷണലി, ഫിസിക്കലി, മെന്റലി എ ലോട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ദയർ ബോഡി. അവരെ ശരീരത്തിൽ ഇഷ്ടമാതിരി ചേഞ്ചസ് വരുന്ന ഒരു സമയമാണ്. പല രീതിയിലും നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ. അവർക്കൊരു അതുകൊണ്ട് തന്നെ അവർക്കൊരു തോന്നലുണ്ട്, ഞാൻ ആരോ ആണ്, ഞാൻ ഇവിടുത്തെ രാജാവാണ്, എനിക്ക് മീശ വളരുന്നുണ്ട്, എന്റെ ശബ്ദം മുഴങ്ങുന്നുണ്ട്, എന്റെ മസിൽ ബിൽഡപ്പ് ആകുന്നുണ്ട്, മാർവിടം വിരിഞ്ഞു നിൽക്കുന്നു, ബോഡിയിൽ ഒത്തിരി ചേഞ്ചസ്. ഇതിപ്പോ നമ്മൾ പുറത്ത് കാണുന്ന ഔട്ടർ ചേഞ്ചസ് ആട്ടോ. ഇന്നർ ചേഞ്ചസ് വേറെ ഒരുപാട് അവർക്ക് സംഭവിക്കുന്നുണ്ട്, അതൊന്നും നമ്മൾ നോക്കിയാൽ കാണൂല എന്ന് മാത്രം അല്ലെ. ബോഡിയിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ട്. ഒന്നും ആലോചിക്കാതെ എടുത്ത് ചാടുന്ന പ്രായം. ആ പ്രായത്തിൽ ഫ്രണ്ട്സ് ആയിരിക്കും ലോകത്തിലെ മറ്റെല്ലാവരെക്കാളും വിലവട് അല്ലെ. ഭയങ്കര സ്നേഹമായിരിക്കും ഫ്രണ്ട്സിനോട്. അന്നേരം ആ ഫ്രണ്ട്സിനോടുള്ള സ്നേഹം നമ്മൾ പിടിച്ചു വാങ്ങി ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും ശ്രമിച്ചിട്ട് കാര്യമില്ല, അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതൊരു ഏജിന്റെ ഒരു പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കുക അല്ലെ. ഈവൻ പെൺകുട്ടികളിലാണെങ്കിൽ പോലും അവരിൽ മെൻസ്ട്രൽ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നു, ബ്രസ്റ്റ് വളരുന്നു, അരവണ്ണം കൂടുന്നു, ഇടുപ്പ് ഒന്ന് ഷേപ്പാവുന്നു, ബോഡി ഒന്ന് ഷേപ്പായി വരും അല്ലെ. പെൺകുട്ടികൾ സൗന്ദര്യബോധം കൂടും. അതുവരെ കണ്ണാടിയിൽ നോക്കാത്ത കുട്ടി, മുടി വാരാത്ത കുട്ടി അന്നേരം മുടി വാരുന്നു, കണ്ണെഴുതുന്നു, കിട്ടിയെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ട് പുറത്തു പോകാനാണ് മൂഡ്, സമ്മതിച്ചില്ലെങ്കിൽ വീട്ടിന്റെ അകത്ത് തന്നെങ്കിൽ ലിപ്സ്റ്റിക് ഇടും. അപ്പൊ ആ ലിപ്സ്റ്റിക് ഇട്ട് കളിയൊക്കെ കുട്ടികളിലുള്ള ആ പ്രായത്തിന്റെ ഒരു ചേഞ്ചസ് ആണ്. അതൊന്നും വലിയ ശ്രദ്ധിക്കേണ്ട, വീട്ടിൽ നിന്നാണെങ്കിൽ ഇട്ടോട്ടെ, പുറത്തു പോകുമ്പോഴും നിർബന്ധിച്ചാൽ മതി. കാരണം നമ്മൾ സമ്മതിച്ചില്ലെങ്കിൽ അവര് ബാഗ് കൊണ്ടുപോയിട്ട് ഇന്റർവൽ ടൈമിൽ സ്കൂളിൽ നിന്ന് ഇടും. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇടാൻ ഇതിന്റെ ഇവിടെ നിന്ന് ഇട്ടോ, നീ സ്കൂൾ പുറത്തു പോകാൻ എന്ന് പറഞ്ഞാല് അവരങ്ങനെ ഇടുകയില്ല. അപ്പൊ അങ്ങനെ പെട്ടെന്ന് വരുന്ന ഒരു സൗഭാഗ്യം, അവര് മതിമറന്നു പോകുന്ന ഒരവസ്ഥ അല്ലെ. നിങ്ങൾക്ക് തന്നെ അറിയാം, തീരെ ഒരു കണ്ണാടിയിൽ നോക്കാത്ത പെൺകുട്ടി മുടി വാരുന്നു, കണ്ണാടിയിൽ നോക്കുന്നു, ചെരിഞ്ഞു നിൽക്കുന്നു, വളഞ്ഞു നിൽക്കുന്നു, അങ്ങനെ പല കളിയും കുട്ടികൾ കണ്ണാടിയിൽ മുമ്പൊന്നും കാണിക്കും അല്ലെ. ഞാൻ എവിടെയാ നിൽക്കണ്ടി, എന്റെ വാളെവിടാ വെക്കണ്ടി എന്നുള്ള ഒരു ഇതിലാണ് അവരുണ്ടാവുക. അത്രക്ക് എന്താ പറയാ, ആ ഒരു അവസ്ഥ നമ്മളെ വീട്ടിലുള്ള നമുക്ക് മനസ്സിലാവും. എന്നിട്ട് വീട്ടിലുള്ളവര് പറയും, ഇതപ്പൊ നമ്മളൊക്കെ ഈ പ്രായം കഴിഞ്ഞല്ലേ വന്ന്, നമ്മക്കൊന്നും ഇറ്റാലത്തെ കളിയൊന്നും ഇല്ലേനല്ലോ എന്ന് പറയും. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വളർന്ന കാലഘട്ടമല്ല, നമ്മൾ ജീവിച്ച ചുറ്റുപാടല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ല, നമ്മൾ ശ്വസിക്കുന്ന വായുവല്ല, നമ്മൾ കുടിക്കുന്ന മുലപ്പാലും അല്ല ഇപ്പോൾ അല്ലെ. എല്ലാം ടോട്ടലി ഡിഫറെന്റ് ആണ്. മൊത്തത്തിൽ ആഗോളവൽക്കരിച്ച് ഗ്ലോബലി ഫുള്ളി ചേഞ്ച്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല അല്ലെ. പിന്നെ 4th സെക്ഷൻ, അവരുടെ ഇമോഷണൽ ഗ്രോത്ത്, ടെൻഷൻസ്, സങ്കടങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, അത് വാലിഡേറ്റ് ചെയ്യാണ്ട് പോകുന്നു എന്നാണ് മെയിനായിട്ട് പറയപ്പെടുന്നത്. കാരണം അവർക്ക് ആ പ്രായത്തില് എന്തെല്ലോ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ചോദിക്കും, എന്ത് ബേജാറ്, എന്ത് ടെൻഷൻ, നീ എന്തിനാ ടെൻഷൻ ആകുന്നത്, അതിന്റെ ആവശ്യമില്ലാലോ. അങ്ങനെയല്ല, ആ പ്രായത്തില് വെറുതെ വേണ്ടാണ്ട് ടെൻഷൻ ആവും. അത് ആ പ്രായത്തിന്റെ ഒരു ദോഷം. എന്റെ മൂക്ക് ശേഷം ചെറുതാണ്, എനിക്ക് സ്കിൻ ടോൺ കുറവാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ഒരു പ്രായമാണ്, ഒരു കാലഘട്ടമാണത്. അത് സ്കൂളിൽ വെച്ച് ആരെങ്കിലും ഒന്ന് കളിയാക്കുകയും കൂടെ ചെയ്താല് പിന്നെ അത് അധികരിക്കല്ലാണ്ട് ഒരിക്കലും കുറഞ്ഞു പോവില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഇമോഷണൽ ഫീലിങ്സിന് നമ്മൾ നല്ല വാല്യൂ കൊടുക്കണം അല്ലെ. അവരുടെ ഏത് തരത്തിലുള്ള ബിഹേവിയർ പാറ്റേൺ ആണെങ്കിലും, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ കാരണങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോ അവര് പിന്നെ ഇങ്ങനെ ചിലപ്പം സ്കൂൾ വിട്ട് കോളേജ് വിട്ടൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം മൂഡ് ഓഫ് ആയിരിക്കും, എല്ലാം പറയുന്നതിനൊക്കെ ദേഷ്യം പിടിക്കും, ഒന്നിനും മറുപടി ഉണ്ടാവില്ല അല്ലെ. അങ്ങനത്തെ ഒരു സ്വഭാവ രീതി അവരിൽ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കിയിട്ട് തന്നെ അവരോട് പെരുമാറേണ്ടതുണ്ട്. അങ്ങനെ അതായത് നമ്മൾ
നമുക്കറിയാം പാരന്റ്സിനോട് പെരുമാറുന്ന പോലെ ഒന്നുമല്ല അവര് പെരുമാറുക അല്ലെ. അവരെന്തോ ഒരു എന്താ പറയാ ഒരു വിലയും കൽപ്പിക്കാട്ടോ. അതിന് പറയപ്പെടുന്ന പ്രത്യേക പേര് തന്നെ ഉണ്ട്, എന്താണ്, തന്ത വൈബും തള്ള വൈബും അല്ലെ. ആ രീതിയിലേക്ക് അത്രതൊന്നും നമ്മളെ മക്കള് മാറിയിട്ടില്ലെങ്കിലും ഒരു പരിധി വരെ അവരും ആ കോലത്തിലേക്ക് മാറുന്ന രീതിയിലാണ് ഇന്നത്തെ പോക്ക് എന്ന് വേണം പറയാൻ അല്ലെ. 50 കൊല്ലം മുമ്പ് തന്നെ അത് എൻ്റെ ഉള്ള റൂൾസും ഫോളോസും മെത്തേഡ്സും ഒന്നും നമ്മൾ ഇപ്പൊ ഫോളോ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ നമ്മളെ ഉമ്മയൊക്കെ നമ്മളോട് പെരുമാറിയ 50 കൊല്ലം മുമ്പാ. ആ ഒരു മെത്തേഡ് നമ്മൾ എടുത്തിട്ട് നമുക്ക് ഒരു കാര്യവും ഇല്ല അല്ലെ. നമ്മളൊരു പോസിറ്റീവ് പേരന്റ് ആയിരിക്കണം അല്ലെ. ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട് എന്നാ പറയുന്നത്. ആദ്യം കുട്ടികളെ റെസ്പെക്ട് ചെയ്യുക, എന്നിട്ട് റെസ്പെക്ട് തിരിച്ച് വാങ്ങുക അല്ലെ. അതാണ്. അതല്ലാണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെന്നിട്ട് നമ്മൾ പറയുക ഇത് ഇനി അങ്ങനെ ചെയ്താൽ പറ്റൂല, എങ്ങനെ ചെയ്താൽ പറ്റൂല, ഉമ്മനോട് അങ്ങനെ പറയരുത്, ഇങ്ങനെ. പക്ഷെ കുട്ടികൾ എന്ന് പറയുന്നത് അവര് നമ്മള് സ്നേഹിക്കുകയാണെങ്കിൽ, അവര് നമ്മൾ ഫ്രണ്ട്സിനെ പോലെ കൂടെ കൊണ്ട് നടക്കുകയാണെങ്കിൽ അവർ സ്നേഹിക്കും, യാതൊരു സംശയവും ഇല്ല. ഈവൻ അവര് കോളേജിൽ ഒരു ലവ് അഫെയർ ഉണ്ടെങ്കിൽ വരെ അവര് വന്നിട്ട് പറയും നമ്മോട്. കാരണം അത് നമ്മുടെ പെരുമാറ്റത്തിന്റെ, നമ്മുടെ എന്താ പറയണ്ടേ, നമ്മൾ അവരോടുള്ള അപ്രോച്ചിന്റെ ഒരു ഭാഗമായിട്ടാണ് അല്ലെ. ലവ് അഫെയർ ഉണ്ടെങ്കിൽ വരെ വന്നിട്ട് പറയും. ആ ഒരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം, നമ്മളോട് എന്തും പറയാൻ. അവരൊരു മൂഡിൽ കോളേജിൽ വിട്ട് വന്ന സമയത്തൊന്നും നമ്മളൊന്നും ചോദിച്ചാൽ ചിലപ്പോ ഒന്നും പറഞ്ഞില്ലാന്ന് വരും. പിന്നെ കുറച്ച് സമയത്ത് ഇങ്ങനെ ഇരുന്ന് എല്ലാവരും കൂടെ നമ്മളൊരു ഫാമിലി മീറ്റ് ഉണ്ടാവുമല്ലോ വീട്ടിൽ തന്നെ, ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലാത്തപ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എല്ലാവരും ഇങ്ങനെ സോഫമേലൊക്കെ ചുറ്റിയിരുന്ന് കട്ടുമേലൊക്കെ മക്കളും ഉപ്പയൊക്കെ ഇരുന്ന് അന്നേരം ഇവര് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം. അതല്ലാണ്ടല്ലേ ബെസ്റ്റ് ലിസണർ ആവണം. അല്ലെങ്കിൽ എനിക്ക് പോട്ടായിരുന്നു ഇറ്റാലൊന്നും പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടേ, അങ്ങനത്തെ ഒരു മൂഡാവരുത്. അന്നേരം നമ്മൾ ഖുർആൻ എടുത്ത് പോവുകയും ചെയ്യരുത് അല്ലെ. അപ്പൊ ഓരോ കുട്ടിയും തന്നെ യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോന്നിനും ഓരോ കുട്ടീൻ്റെതായ പ്രത്യേകതകളുണ്ട് അല്ലെ. ഒരു കുട്ടി തന്നെ നമുക്ക് തന്നെ 5 മക്കളുണ്ടെങ്കിൽ 5 തരത്തിൽ, 5 തരത്തിൽ. ഇനിയിപ്പോ ചില വീടുകളിലൊക്കെ 10ഉം 16ഉം ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലും 16 ഡിഫറെന്റ് ടൈപ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കുട്ടീനെ പോലെ മറ്റേ കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. അതായത് പോസിറ്റീവ് പേരന്റ്, കോൺഷ്യസ്ലി നമ്മൾ പോസിറ്റീവ് പാരന്റിങ് കാണിച്ചേ പഠിച്ചെടുത്ത് അത് മനസ്സിലാക്കിയേ പറ്റൂ അല്ലെ. അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ്. നമുക്ക് പേഴ്സണലി നമുക്ക് അള്ളാഹുവിനോട് പറയാനുള്ളതെന്ന് വെച്ചാല് നമ്മളെ മക്കളൊക്കെ തന്നെയും ഇസ്ലാമിന്റെ ദീനിന്റെ ഒരു ഫിത്രത്തിൽ ജനിച്ചു അല്ലെ. ഇനിയിപ്പം നമ്മൾ അവരെ നാളെ സ്വർഗതി ആ യുഹല്ലദീന ആമനു അൻഫുസക്കും വഅഹ്ലീക്കും നാറ, ആ ഒരു ആയത്ത് ബേസ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോണം അല്ലെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് റിയലി ഒരു എന്താ പറയുന്നത്, എന്ത് വെച്ചാൽ ഭയങ്കര ഹൃദയംഗമമായ സ്നേഹം തന്നെ അല്ലെ. ആസ് എ പാരന്റ്, ഒരു മാതാപിതാവ് എന്ന നിലക്ക് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സംഗതി എന്താണ്, അവരെ ലവ് ചെയ്യുക. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് എന്റെ കുട്ടീനോട് ലവ് ഉണ്ടായിട്ടില്ല, ഞാൻ അവനെ ഭയങ്കര ഫീസ് കൊടുത്ത് മാസത്തിൽ 2 ലക്ഷം അല്ല കൊല്ലത്തിൽ 2 ലക്ഷം ഉറുപ്പിയുള്ള ഫീസുള്ള സ്കൂളിൽ ചേർത്തിയത്, മറ്റേ അത്ര വലിയ യൂണിഫോം AC ബസ്സൊക്കെ ഏർപ്പാടാക്കി ഇഷ്ടമുണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെയല്ല അല്ലെ. ലവ് എക്സ്പ്രസ് ചെയ്യണം, അതാണ് നമുക്ക് പലർക്കും അറിഞ്ഞുകൂടാത്തത്. നമ്മളിൽ പല പേരൻസ് ഇപ്പം പക്ഷെ വളരെ വ്യത്യാസം ഉണ്ട്. ഇപ്പോഴത്തെ പേരൻസ് നമ്മളെ പേരൻസ് ആയിട്ട് ഒരുപാട് മാറ്റമുണ്ട്. നമ്മളെ പേരൻസ് ഒക്കെ നമ്മളൊക്കെ എന്ത് ചെയ്താലും ചീത്ത അറിയും അല്ലെ. ഇപ്പോഴത്തെ കുട്ടികളുടെ പേരൻസ് വളരെ ഒരുപാട് മാറിയിട്ടുണ്ട് അല്ലെ. പിന്നെ ഒരു 5 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ കെട്ടിപ്പിടിക്കുക, ഹഗ് ചെയ്യേ ഒന്നും ചെയ്യൂല, എല്ലാം സ്റ്റോപ്പ് ചെയ്യും അല്ലെ. ഓവർ സീരിയസ് ആവും, എടിപൊടി എന്നായി സ്റ്റൈല് വർത്താനത്ത് തന്നെ അല്ലെ. അതിന്റെ ചെറിയ കുട്ടിയുണ്ടെങ്കിൽ കംപ്ലീറ്റ് കോൺഷ്യസ് ആ കുട്ടിക്ക് കൊടുത്ത് മറ്റേ കുട്ടീനെ നമ്മളൊരു വലിയ അഡൾട്ട് ആക്കി അങ്ങോട്ട് വിട്ടുവിടും അല്ലെ. അവരെ തീരെ കെയർ ചെയ്യൂല അല്ലെ. അങ്ങനെയല്ല, കുട്ടികൾ ഏത് പ്രായത്തിലും, എനിക്കൊക്കെ ഭയങ്കര മടിയായിരുന്നു പണ്ടൊക്കെ ഉമ്മ കൊടുക്കാൻ. ഇപ്പൊ ഞാൻ കുട്ടികൾക്കെല്ലാം ഉമ്മക്കും കൊടുക്കും അല്ലെ. അതൊരു സ്നേഹത്തിന്റെ സാന്ത്വനത്തിന്റെ തലോടലിന്റെ ഒരു എന്താ പറയണ്ട, ഒരു ബ്ലഡ് നമുക്ക് ബ്ലഡ് ചൂടാവുന്ന പോലെ ഫീൽ ചെയ്യും അല്ലെ. ഒരു വാത്സല്യത്തിന്റെ ഒരു പ്രതീകമാണ് കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലൊക്കെ. എന്ന് വെച്ചിട്ട് അവര് വഷളാക്കുക എന്ന് ഇതിന് അർത്ഥവുമില്ല കേട്ടോ. ഇങ്ങനെ കെട്ടിപ്പിടിക്കണം, ഉമ്മ വെക്കണം, സ്നേഹിക്കണം എന്നതിലുപരി അവരെ പിന്നെ സ്നേഹിച്ച് വഷളാക്കുക എന്നുള്ള ഒരു വിഷയം അതിൽ വരുന്നില്ല. എന്താണ്, പൊന്നാരിച്ച് താലോലിച്ച് ഇഷ്ടപ്പെട്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ട് അവരെ വഷളാക്കുന്ന ഒരു തരം പാരന്റിങ് സിസ്റ്റം ഇന്നത്തെ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതൊരിക്കലും
ഒരിക്കലും ഓക്കെ അല്ല, അതൊക്കെ നോട്ട് ഓക്കെ ആണ് അല്ലെ. അതായത് അവരെ കൊണ്ട് സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് ഇഷ്ടപ്പെടുത്തി കൂടെ നിർത്തി ബ്യൂട്ടിഫുൾ ആയിട്ട് ഉത്തരവാദിത്തങ്ങൾ ചെയ്യിപ്പിച്ച് റൈസിങ് സിറ്റിസൺ ആക്കിയിട്ട് ഒരു ഉന്നത നിലവാരത്തിലുള്ള പൗരനാക്കിയിട്ട് വളർത്തണം അല്ലെ. ബ്യൂട്ടിഫുൾ ആയിട്ട് ഉത്തരവാദിത്തങ്ങൾ ചെയ്യിക്കുക എന്ന് പറയുന്ന അത് ലേശം ഒരു വളഞ്ഞ വഴിയാ, നേർക്കുനേരെയുള്ള ഒരു വഴിയല്ല അല്ലെ. അതായത് നമ്മള് ഇപ്പൊ മോനെ എന്തായി പറഞ്ഞ ഒട്ടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നതിന് പകരം മോനെ നീ എന്താ ചെയ്ത്, എന്നോട് ആ ക്ലാസ് വീണ് പൊട്ടിപ്പോയില്ലേ, സാരമില്ല, ചിരിച്ചുകൊണ്ട് പറയണം അല്ലെ, ചിരിച്ചുകൊണ്ട് പറയണം അല്ലെ. ഗേൾസ് ആവട്ടെ ബോയ്സ് ആവട്ടെ ചിരിച്ച് കത്തി വെച്ച് റെസ്പോൺസിബിലിറ്റീസ് അവരെ കൊണ്ട് ചെയ്യിക്കാൻ പേരൻസ് ഷുഡ് സ്റ്റേ അവേ ഫ്രം ആക്ടിവിറ്റീസ് അല്ലെ. പല കാര്യത്തിൽ നിന്നും പാരൻസ് മാറി നിൽക്കണം അല്ലെ. ചിരിച്ച് കത്തി വെച്ച് തന്ത്രപൂർവ്വം മാറി നിന്ന് അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. ഇവിടെ പരിസരത്തോടെ മക്കളൊന്നും ഇല്ലാലോ അല്ലെ. മക്കളുണ്ടെങ്കിൽ അവർക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടാവും, ഉണ്ടോ? അപ്പൊ 3-4 ദിവസം ഇപ്പൊ ചില പാരന്റ്സ് ഒക്കെ എന്ന് പറയുന്നത് എന്ത് വന്നാലും ഒരു അസുഖം വന്നാവരെ, പാരന്റ്സിനല്ല ഞാൻ ഉമ്മമാരാണ് പറഞ്ഞൊരു അസുഖം വന്നാവരെ ഒരു കിടക്കൂല, ഒരു കാൽപ്പോളും കഴിച്ച് പനിച്ചും കൊണ്ട് വന്നിട്ട് ഒരു ചോറോ മുള് പൊടിച്ചതോ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് രാവിലെ ഇഡ്ഡലി വാങ്ങിക്കൊടുത്ത് അല്ലെങ്കിൽ അങ്ങനെ അന്നേരം പോയി വാഷിംഗ് മെഷീനിൽ കൊണ്ടായിട്ട് തിരുമ്പി പനിയൊക്കെ വന്ന അള്ളാഹു നമുക്ക് റെസ്റ്റിന് തരുന്ന കിടന്നിക്കുക. എന്നിട്ട് കിടന്നിട്ട് അവര് തന്നെ വാഷിംഗ് മെഷീനിൽ കൊണ്ടിടട്ടെ, അലക്കട്ടെ, ഉണക്കട്ടെ, ഇടട്ടെ, അയൺ ചെയ്യട്ടെ. ഒരു 8-9 വയസ്സ് കഴിഞ്ഞാൽ ഞാനൊന്നും കുട്ടികളെ ഡ്രസ്സൊന്നും അയൺ ചെയ്ത് കൊടുക്കൂല, എടുത്ത് മടക്കി വെക്കുകയില്ല. അത് അയലുമലുണ്ടെന്ന് അറിയാം. എപ്പോഴും ഞാൻ കെട്ടുന്ന അയലുകളൊക്കെ തന്നെ ഷെയ്ഡിലായിരിക്കും, തണലത്തെ കെട്ടു. കാരണം 2-3 ദിവസം ഡ്രസ്സ് എടുത്തിട്ടില്ലെങ്കിൽ വെയിൽ കൊണ്ട് നരക്കരുത് അല്ലെ. വൈറ്റ് ഡ്രസ്സിന് വെയിൽ കൊള്ളാൻ പറ്റില്ല കളറിന്. വൈറ്റ് ഡ്രസ് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ വൈറ്റ് ഒരു പഴയതുപോലെ ആവും, വെള്ളക്ക് വെയിൽ കൊണ്ട് വെള്ള പേടാവും. അതുകൊണ്ട് തന്നെ ഞാനൊക്കെ അയലമലിട്ടേക്കല്ല. എന്നിട്ട് ഞാൻ പറയാം അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറയാം. അപ്പൊ അവരെടുക്കും. 8-9 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരോട് പറയണ്ട, അവരെന്നെ എടുത്ത് തേക്കും. അതുപോലെ ടിഫിൻ ബോക്സ് പിന്നെ ഇതിന്ന് ലഞ്ച് ബോക്സിന്റെ അതിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് കിച്ചണിൽ വെക്കൽ ഓരോ ഡ്യൂട്ടി. അത് ഞാൻ പറയേ മാത്രമേ ഉള്ളൂ, ശകാരിക്കൂല, നിർബന്ധിക്കൂല, ഒന്നും ചെയ്യൂല. അഥവാ ഇനി വെള്ളിയാഴ്ചന്റെ ലഞ്ച് ബോക്സ് എടുത്തിട്ടില്ലെങ്കിൽ തിങ്കളാഴ്ചന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ പേടിച്ചിട്ട് അവരെന്ത് എടുക്കും, അതേ കൊണ്ടേക്കും അല്ലെ. അഥവാ ഇനി അങ്ങനെ ഇൻ കേസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചൂടുവെള്ളം ഒഴിച്ച് വൃത്തിയാക്കാനൊന്നും പറ്റില്ലെങ്കിൽ ഒരു സ്റ്റെപ്പിന് ലഞ്ച് ബോക്സ് നമ്മൾ സൂക്ഷിച്ച് വെക്കണമെന്ന് മാത്രം. പക്ഷെ അവരെ ഉത്തരവാദിത്തം പഠിപ്പിക്കാൻ അല്ലെ. ഒരു 10-18 വയസ്സായ കുട്ടികൾ, 15 വയസ്സായ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എങ്കിലും 2 ദിവസം പോയി നിൽക്കുക. ഹസ്ബൻഡിനോട് പറയാം ഞാൻ അത് മെല്ലെ മാറിക്കാണ്, നിങ്ങളൊന്നും വിചാരിക്കരുതേ. എന്നിട്ട് ഉമ്മന്റെ അടുത്തോ അമ്മായിയമ്മന്റെ അടുത്തോ എവിടെങ്കിലൊക്കെ പോയി നിൽക്കുക. എന്നിട്ട് ഓല് ചോറുണ്ടാക്കട്ടെ, കറി ഉണ്ടാക്കട്ടെ, ഓല് കാര്യങ്ങൾ ചെയ്യട്ടെ. സെർവന്റ് വന്നാൽ അവരെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കട്ടെ. അതില് അവരുണ്ടാക്കുന്ന കറികളൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറയും. ഇന്നത്തെ കാലഘട്ടത്തിൽ കറിയൊക്കെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാ. അതായത് വെണ്ടക്ക 2 ഇഞ്ചി കഷ്ണം 2 സെന്റിമീറ്റർ, പച്ചമുളക് 4 എണ്ണം 3 കഷ്ണമാക്കി മുറിച്ചത്, ഇങ്ങനെ പറഞ്ഞു തരാൻ യൂട്യൂബേഴ്സ് ഉണ്ട്. അവർക്ക് ഉണ്ടാക്കാൻ എളുപ്പം. സാമ്പാറോ അവിയലോ എന്ത് ചില്ലി ചിക്കനോ ബട്ടർ ചിക്കൻ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ എളുപ്പം. അവരുണ്ടാക്കട്ടെ. 2-3 മക്കളെ ഇട്ടച്ച് പോവാ. അപ്പൊ അവര് പറയും നമ്മൾ ഇന്ന് അത് ഉണ്ടാക്കിയേ, എന്നാ ചിപ്പനോടൊക്കെ എങ്ങനെ ഉണ്ട്. എന്നിട്ട് മുപ്പരോട് സ്വകാര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ, നന്നായിട്ടില്ലെങ്കിൽ നന്നായിന്ന് പറയണേന്ന് പറയാം അല്ലെ. എന്നിട്ട് അത് ആസ്വദിച്ച് നിന്നിട്ട് അല്ലാണ്ട് സ്വിഗ്ഗിക്കാരെ കണ്ടുപോകരുത്, സ്വിഗ്ഗിനെ കണ്ടുപോകരുത്. സ്വിഗ്ഗിനെ കണ്ടുപോയാൽ സ്വിഗ്ഗിന്റെ അയത്തല പോവും നമ്മളെ മക്കള്, അല്ലാണ്ട് ഒരു കുക്കിംഗ് പഠിക്കൂല അല്ലെ. അങ്ങനെ അവർക്ക് ഉത്തരവാദിത്തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഒരു സ്കൂളിൽ പോട്ടെ, സ്കൂളിൽ നിന്ന് വന്നിട്ട് ഉപ്പൊക്കെ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കട്ടെ, അതിൻ്റെ അടുത്ത് ഒന്ന് കിച്ചണൊക്കെ ക്ലീൻ ചെയ്യട്ടെ. അങ്ങനെയൊക്കെ 1-2 ദിവസത്തേക്ക് മനഃപൂർവ്വം കോൺഷ്യസ്ലി ഒന്ന് മാറി നിൽക്കുക. അതൊന്നും നമ്മൾ ആരും ചെയ്യാത്ത. ഈവൻ 20 വയസ്സായ പെൺകുട്ടികളെ വരെ ടച്ച് പോലത്തെ പെണ്ണുങ്ങൾ പോവില്ല. അതോ ഓളാക്കട്ടെ. 20 വയസ്സിലൊക്കെ പ്രസവിച്ച മക്കളെ പോറ്റലൊക്കെ ഇല്ലേ ഈ ഭൂമി ലോകത്ത്. ഇത് എപ്പോഴേന് 20 വയസ്സൊക്കെ ഒരു കിള്ളാക്കുട്ടിയായി മാറിയത്. നമ്മളെല്ലാം അവരെ വഷളാക്കുന്ന, അവരെല്ലാം വഷളാകുന്നു, നമ്മൾ വഷളാക്കുകയാണ് അല്ലേ. അങ്ങനെ ഉത്തരവാദിത്വത്തോട് കൂടി ചെയ്യിപ്പിക്കട്ടെ. സിഗ്ഗിനെ വിളിച്ചു കഴിഞ്ഞാൽ സിഗ്ഗിന്റെ വയത്തല ഓല് പോവും, ഓലൊന്നിട്ട് പഠിക്കുകയില്ല അല്ലെ. നിങ്ങൾ ഇന്നത് ചെയ്യണം, നിർബന്ധമായിട്ടും ചെയ്തേ പറ്റൂ, ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ ആക്കും. അങ്ങനത്തെ ഒരു കണ്ടീഷനും അവരോട് പറയണ്ട. നൈസായിട്ട് കൂളായിട്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. അവര് പോലും അറിയാണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക.
എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, അവന്റെ വീട്ടിൽ എനിക്ക് മൊത്തതൊക്കെ ആൺകുട്ടികളാണ്. എന്നിട്ട് ഈ ആൺകുട്ടികളെ കൊണ്ട് ഇവൻ എന്താക്കുമെന്ന് വെച്ചാൽ എല്ലാ പാത്രവും എടുപ്പിക്കും. ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പേ ഫുഡ് ഉണ്ടാക്കി വെച്ചാല് ടേബിൾ മേലെ എല്ലാ ഫുഡും കൊണ്ടുപോയി വെക്കണം നിർബന്ധം. ആ മക്കൾ കൊണ്ടേക്കും ഇപ്പോഴും. ഒരു 20 25 30 ഇപ്പോഴും അവരെന്നെ കൊണ്ടേക്കും. അതുപോലെ കഴിച്ച പാത്രം കിച്ചണിൽ കൊണ്ടേക്കണം. പണിക്ക് വീട്ടിൽ ആളില്ലെങ്കിൽ അവർ കഴുകി വെക്കണം. അത് അവർക്ക് നിർബന്ധം. അതായത് ബെഡ്ഷീറ്റ് കിടന്ന എണീറ്റാല് അത് ആ വിവരമില്ലാത്ത പ്രായത്തില് അത് അവരെ ലൈഫ് റൊട്ടീനായിട്ട് മാറ്റിയത് കൊണ്ട് തന്നെ ആ മക്കൾ അത് ഇപ്പോഴും ചെയ്യുന്നു. എണീറ്റാ കിടക്കയൊക്കെ തട്ടി വിരിച്ചിട്ട്, നമ്മളാരും കുട്ടികൾ തട്ടൂല, അത് ഉമ്മ വരട്ടെ അല്ലെങ്കിൽ സെർവന്റ് വന്നിട്ട് തട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് വെക്കും അല്ലെ. അതൊക്കെ ക്ലീൻ ആക്കി വെക്കാൻ നമ്മളത് വെച്ചാല് ബോധപൂർവമല്ല, പക്ഷെ അവർക്ക് മനസ്സിലാവരുത് ഉമ്മ യൂസ് ചെയ്യുന്നുണ്ട്. ആ രീതിയിലല്ലാത്ത രീതിയിൽ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുക അല്ലെ. അതായത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പറയരുത്, ദേഷ്യം പിടിച്ച് പറയരുത്, എടി പൊടി വിളിക്കരുത്, അങ്ങനെ ഒന്നല്ല. വളരെ അനുനയത്തിന്റെ ഭാഷയെ പറഞ്ഞിട്ട് ചെയ്യിക്കുക അല്ലെ. പിന്നെ കുട്ടികൾക്ക് നമ്മൾ ലവ് ആൻഡ് കെയർ കൊടുത്താൽ പോലെ അത് അവർക്ക് ഫീൽ ചെയ്യണം, മണക്കണം അല്ലെ. ലവ് ഫീൽ ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാ, നമ്മളിൽ പലരുടെയും ലവ് അല്ലെ എങ്ങനെയാണ്, അതായത് അവരുടെ ഒരുപാട് ലവ് ഉണ്ട്, അത് അവർ കൊണ്ടുവരും, എന്നിട്ട് ലോക്കറിലെക്കും, നല്ലൊരു പെട്ടിയെടുക്കും, അതിൽ പൂട്ടി പിന്നെയും പൂട്ടി. ലോക്കർ അങ്ങനെയാണല്ലോ, കുറെ പൂട്ടുവാണല്ലോ, ഉള്ളിൽ പൂട്ടി, ഇൻസൈഡ് പൂട്ട്, ഔട്ട്സൈഡ് പൂട്ട്, അങ്ങോട്ട് തിരിച്ചു പൂട്ടും ഇങ്ങോട്ട് തിരിച്ചു പൂട്ടും, അങ്ങനെ എല്ലാ സ്നേഹം പ്രദർശിപ്പിക്കണം. സ്നേഹം എക്സ്പ്രസ് ചെയ്യണം. അപ്പോഴേ ഉള്ളൂ കുട്ടികൾക്ക് സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുക. എൻ്റെ പരിചയത്തിൽ ഒരാള് അയാളെ സുഹൃത്തിന്റെ വീട്ടിൽ ഇങ്ങനെ ആകസ്മികമായിട്ട് എന്തോ ആവശ്യത്തിന് ചെല്ലുക. അപ്പം ചെന്നപ്പോ മൂപ്പര് ഇങ്ങനെ, വൈകുന്നേരമാണ് സമയം, കൊലായിൽ സിറ്റിംഗ് റൂമിൽ ഇരിക്കുന്നുണ്ട്, എന്തൊക്കെ ഫോൺ ചെയ്യുന്നതാക്കുന്നു. അപ്പൊ ഒരു 16 കയറി വന്നു, +1 പഠിക്കുന്ന മോൻ. ഓൻ വരുന്നു, ബാഗ് എടുത്തോണ്ടിരുന്നു, പൈസ എടുക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്ന വെച്ചാല്, പിന്നെ അവിടെ വരുന്ന പ്ലംബർ എന്തോ വീട് മോളെ കല്യാണം ഉണ്ട്, റിനോവേഷൻ നടക്കുകയാണ്, പ്ലംബർക്ക് പൈസ കൊടുക്കുന്നു, പിന്നെ ഇലക്ട്രീഷ്യന് കൊടുക്കുന്നു, ടൈലിട്ടത് പോയി നോക്കുന്നു, ടൈലിനെ അത് പറയുന്നു. എന്നിട്ട് 5 മണിയായി, ഇപ്പൊ നിങ്ങൾ എന്താ അത്ര നേരത്തെ പോണമെന്ന് ചോദിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇയാളിത് ഇങ്ങനെ പുറത്തുനിന്ന് നോക്കി കാണുന്നത് എന്താ, ഈ ഏട്ടന്മാരുണ്ട് വീട്ടില്, ഉപ്പ ഉണ്ട്, ആരും ഒന്നും ചെയ്യുന്നില്ല, ഈ കുട്ടി അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ പിന്നെ പണിക്കാരൊക്കെ പോയി കുറച്ചു നേരം ഇരുന്ന് ഇദ്ദേഹം ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട്, ഇതെന്താ അത് കുതിരത്ത്, എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ചെറിയ ഓന്റെ കയ്യിൽ ഏൽപ്പിച്ച് നിങ്ങൾക്ക് ചെയ്തൂടെ? അത് തിരക്കേടില്ല, അതല്ല, നമ്മൾ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അതിൽ നിന്നുള്ള ഫോൾട്ടുകൾ കുറ്റപ്പെടുത്താതെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. മനസ്സിലായില്ലേ? അതിനാണ്. അപ്പൊ ആ ചിക്കൻ അത് എന്ത് വൃത്തിയായിട്ട് ചെയ്യുന്നെന്നാ പറയണ്ടേ. അപ്പൊ ആരാത്താ കുറ്റം? ആക്ച്വലി നമ്മളടുത്തല്ല കുറ്റം. നമ്മൾ കുട്ടികളതിനൊന്നും വിടൂല. അപ്പൊ ഒരു മീൻ അങ്ങനെ അത് ഉപ്പ കൊണ്ടുവന്നാലേ മീൻ നന്നാവുള്ളൂ അല്ലെ. വേറെ എന്തേ സാധനത്തിന് ഇഞ്ചി വാങ്ങിയാൽ ശരിയാവില്ലേ, പച്ചക്കറി വാങ്ങാൻ പോയി നീ വാടിയതാ കൊണ്ടുവരപ്പുണ്ട്, അങ്ങനെയല്ല. നീ നല്ലത് വാങ്ങുന്ന് പറഞ്ഞേക്കാം. മോശമായ ആദ്യത്തെ ദിവസം മോശം കൊണ്ടുവന്നാ വെക്കിയ കറി മിണ്ടണ്ട. ഒരു പറഞ്ഞ് ഇന്നലെ 2 ദിവസം കഴിഞ്ഞിട്ട് വരാം, ഇന്നലെ കൊണ്ടുവന്ന ആ മീൻ ആരുടെയും വാങ്ങിയായ ഉക്കർങ്ങനോടാ, ഇനി നാളെ ഞാൻ അയാളോട് മീൻ വാങ്ങണ്ടിട്ടോ, ലേശം മോശം, ഇപ്പുറത്ത് പോയി നോക്കണ്ടേ. എന്നിട്ട് മീനിന്റെ ചെളുക്കൊന്ന് പൊന്തിച്ച് നോക്കണ്ടേ, അവിടെ ചുവപ്പ് നിറണ്ടേ മീൻ വാങ്ങിക്കുക. അതുപോലെ തൊട്ട് നോക്കണ്ട മീന്. പിന്നെ അയലയും മത്തിയൊക്കെ ആണെങ്കിൽ സോഫ്റ്റ് ആയിരിക്കണം. വേറുള്ള മീനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഫ്രഷ് ആയിരിക്കണം. ചെമ്മീനാണെങ്കിൽ കുഴഞ്ഞത് കണ്ടാ വാങ്ങരുത്. ഇങ്ങനെയുള്ള അതിന്റെ ക്വാളിറ്റീസ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്റെ ചുരുക്കി പറഞ്ഞ 40 വയസ്സായ മക്കൾക്ക് പോലും മീനിന്റെ പേരും അറിയാത്ത മക്കൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ. ഇപ്പൊ ഒരു കുട്ടീനെ തൃശ്ശൂരൊക്കെ കല്യാണം കഴിച്ചുകൊണ്ടായി. കുറച്ചവിടെ നിന്നപ്പോ ഒരു ദിവസം അവിടെ വാഴ കൊലച്ച്, അപ്പൊ ആ പിതാവിന്റെ ഹസ്ബൻഡിന്റെ ഉപ്പ വാഴ വെട്ടി, കൊല വെട്ടി, അതിന്റെ ശേഷം വാഴയും വെട്ടി. അപ്പൊ കുട്ടി ചോദിക്കാം, കോഴിക്കോട് നിന്ന് പോയ കുട്ടി, അല്ലാ ബാപ്പ എന്തിനായ വാഴ വെട്ടിയത് ഇഞ്ഞും ഉണ്ടാവൂല അതില്. അത് കേട്ടവരൊക്കെ ചിരിച്ച് വീണു. അതായത് വാഴയില് ഒരു പ്രാവശ്യം കായ്ക്കും, ഒരു പ്രാവശ്യം ആയ കാണ്ടത്തിലും ഒരു കൊല പഴം മാത്രമേ ഉണ്ടാവൂ എന്നുള്ള വിവരം ആ കുട്ടിക്ക് ഇല്ല. അതാണ് സത്യം അല്ലെ. വലിയ എഞ്ചിനീയർ ആണ്, പക്ഷെ അറിയില്ല. അപ്പൊ അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് പലതും അറിഞ്ഞുകൂടാ. അതിന്റെ ഒക്കെ കാരണം ആരാ? കുട്ടികളല്ല, നമ്മൾ തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മൾ സ്നേഹിക്കണം, സ്നേഹം മണക്കണം, സ്നേഹം ഫീൽ ചെയ്യണം, സ്നേഹം വിഷമായിട്ട് വരണം അല്ലെ. ഇപ്പൊ നിങ്ങൾ വിചാരിച്ചോളി, ഒരു കാര്യം ചെയ്യിക്കാണ്ട് കുട്ടീനെ വളർത്തി. എന്റെ അനുഭവത്തിലാണ്, കുറെ ഫാമിലിയിൽ ഞാൻ അനുഭവം കൊണ്ട് പറയാം. എന്താ പറയുന്ന എള്ളിലെ കല്ല് മുതിരയിലേക്ക് വെക്കൂല, നമ്മളെ ഉമ്മ പറയുന്നേക്ക. അതിന്റെ അർത്ഥം എനിക്ക് അറിയില്ല കേട്ടോ.
അങ്ങനെ പോറ്റിയ മക്കൾക്കുണ്ടല്ല, ഈ ഉമ്മ അടുക്കളയിൽ കിടന്ന് മരിച്ചാലും ഒട്ടും സ്നേഹം ഉണ്ടാവില്ല. അതേസമയം ഉമ്മ ഞാനൊക്കെ ചെറുതാകുമ്പോൾ ഞങ്ങൾക്കൊക്കെ കോഴിക്കോട് സ്റ്റൂവിന്റെ ആൾക്കാരാണ്. അപ്പൊ ഉമ്മ ഇറച്ചി മുറിഞ്ഞ് പല പല പച്ചമുളക് സാധനങ്ങളൊക്കെ മുറിക്കുമ്പോഴത്തിന് അപ്പോഴത്തിന് നമ്മൾ എന്താക്കണം, തേങ്ങ പൊളിക്കണം, ചിരണ്ടണം, സ്റ്റൂവിന് പാലെടുത്ത് കൊടുക്കണം, നേരെ പത്തിരിക്ക് പൊടി കൊളരി വെച്ചാൽ അത് ഉടനെ കുഴച്ചത് കുഴക്കുന്ന് പറയലൊന്നുമില്ല, അത് കണ്ടറിഞ്ഞ് കുഴച്ചോളണം. അങ്ങനെ ആയിരുന്നു സ്ട്രിക്റ്റ്. അപ്പൊ നമ്മൾ ചെയ്ത് കൊടുക്കുമായിരുന്നു അല്ലേ. ഇപ്പോഴാണെങ്കിൽ അങ്ങനെ അവർ കണ്ടറിഞ്ഞ് ചെയ്യുകയും കൊണ്ടറിഞ്ഞ് ചെയ്യുക. നമുക്ക് വേണ്ടാന്നറിഞ്ഞു, ഫുഡ് വേണ്ടാന്ന് നടക്കും, എനിക്കത് ഇഷ്ടമില്ല, എനിക്കത് വേണ്ടാന്നറിയും, ചെയ്യാൻ മടിച്ചിട്ടില്ലേ. പക്ഷെ അവര് നമ്മൾ എന്താക്കണം എന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ ഒരു 12-13 വയസ്സാകുമ്പോൾ തന്നെ നമ്മൾ എന്താക്കണം, അതിന് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരും. അതിൽ ചില വീട്ടിലൊക്കെ ഉള്ള സ്വഭാവം എന്താ വെച്ചാല്, അനിയത്തിക്ക് വെള്ളപ്പം, ഏട്ടന് ഇഡ്ഡലി, ഉപ്പക്ക് ദോശ, ഉമ്മക്ക് വേറെന്തെങ്കിലും അല്ലെ, 4 ഐറ്റം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും പെണ്ണുങ്ങൾ ഭയങ്കര വെട്ടികളാണ്, ഓരത് ഉണ്ടാക്കി കൊടുക്കും. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ കുട്ടികളോട് ഞാൻ പറയും, മക്കളെ നിങ്ങൾ 4 പറയണേ. ഇപ്പൊ നമ്മള് സാഗർ ഹോട്ടലിൽ പോയാലും എല്ലാം ഒന്നും ഇപ്പൊ സാഗറിൽ കിട്ടൂല അല്ലെ, ദോശയൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു, പോയിട്ട് കാര്യമില്ല. അതൊക്കെ കിട്ടുന്ന ഓരോ ഹോട്ടലിലും ഓരോ ടൈപ്പ് ഫുഡ്. അപ്പൊ നിങ്ങൾ അതുക്കും ഏതാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഇന്ന് ചെറിയ മോക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കാം, ഇഡ്ഡലി, എല്ലാവരും ഇഡ്ഡലി നോളി, നാളെ അതേ മാവെടുത്ത് ഞാൻ ദോശ ഉണ്ടാക്കി തരാം. അപ്പൊ ഇഡ്ഡലി ദോശ ഇഷ്ടമില്ലാത്തവരും ദോശ തിന്നട്ടെ, നാളെ മറ്റന്നാൾ അരി അരച്ച പത്തിരിയും ചിക്കൻ കറിയും വെക്കാം, അപ്പൊ അത് ഇഷ്ടമുള്ളവരും അത് കഴിക്കട്ടെ. ഇങ്ങനെ പറയുമ്പോ പിന്നെ എനിക്കത് വേണ്ടെന്നൊക്കെ പറഞ്ഞ് കുറെ തിരിഞ്ഞോക്കും, ഒരു രക്ഷയില്ല, യാതൊരു മുഖഭാവവും ഇല്ല, തിന്നു നിർബന്ധിക്കൂല, ഹറാസ്മെന്റ് ഇല്ല, ചീത്ത പറയില്ല, ഒന്നും പറയില്ല, ഒന്നും കാണാത്ത മാതിരി നടക്കും. ഇതിനാണ് പറയുന്നത് ചിരിച്ച് കത്തി വെക്കുക, എന്ത് അഭിനയിക്കുക എന്നൊക്കെ. ഒന്നും പറയില്ല, തിന്നോന്നാണ് പിന്നാലെ നടക്കുകയൊന്നുമില്ല. അപ്പം കാണാൻ തന്നാലെ എടുത്തുവെച്ച് തിന്നു. അതുപോലെ ഞങ്ങളെ വീട്ടില് കുട്ടികൾ ആരും തന്നെ ഫുഡിന് പിണങ്ങൂല. ഫുഡിന് പിണങ്ങാന്ന് പറഞ്ഞൊരു പരിപാടിയേ ഇല്ല. അപ്പൊ ആരെങ്കിലും ആദ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ ചിലർക്കൊരു പിണക്കൊക്കെ ഉണ്ടാവും. അപ്പൊ പിണങ്ങി കഴിഞ്ഞാല് പിണങ്ങി അടുത്ത ടൈമിൽ ഉണ്ടാക്കുന്ന ഓന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡായിരിക്കും. ആ ഇഷ്ടപ്പെട്ട ഫുഡ് എന്ത് പണിയെടുക്കും, വേഗം തിന്നിട്ട് ബാക്കിയില്ലെങ്കിൽ ആ ചെമ്പ പാട് വടിച്ച് അവിടെ വെച്ചിട്ട് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചേക്കും. അപ്പൊ ഇവന്റെ ദേഷ്യം മാറി ഇവൻ വന്നു നോക്കിയാൽ നിർബന്ധിക്കൂല, ഫുഡ് കഴിച്ചോ എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കേയില്ല. അപ്പൊ അവന്റെ ദേഷ്യം മാറി വന്നു നോക്കിയാല് ആ ബിരിയാണി വെച്ച ചെമ്പുണ്ടാവും കാലി, അല്ലെ പുഡിങ് ഉണ്ടാക്കിയ ബൗൾ ഉണ്ടാവും കാലിയായി. കഴുകൂലട്ടോ, കാലിയാക്കി അവിടെ വെക്കും. അതൊരു ടെക്നിക്കാ, കഴുകരുത്, കാലിയാക്കി വെക്കും. അപ്പൊ കുട്ടി ഇങ്ങനെ ചിനിങ്ങി കളിക്കും. അപ്പൊ ചോദിക്കും, എന്തായി, എനിക്ക് എനിക്ക് വിശക്കുന്നില്ല, നീ ഇവിടുന്ന് തിന്നൂലാണ്ടല്ലേ, നമ്മളൊക്കെ തിന്നില്ല, ഇനിയിപ്പൊ എന്താക്കും, അത് അവനെ കൊണ്ട് ഇങ്ങോട്ട് പറയിപ്പിക്കും. അതല്ലാണ്ട് തിന്ന മോനെ എന്ന് പിന്നാലെ നടക്കൂല, അത് അവനെ കൊണ്ട് എനിക്ക് വിശക്കുന്നു എന്ന് പറയിപ്പിക്കും. അതിനുള്ള ഒരു ടെക്നിക്ക് മനസ്സിലായില്ലേ. അങ്ങനെ നമ്മള് ആയിട്ട് എന്താ പറയാ, ചീത്ത പറയാണ്ട്, ശാസിക്കാണ്ട്, തെറി വിളിക്കാണ്ട്, എടാപോടാ വിളിക്കാണ്ട് എല്ലാ കാര്യവും നമുക്ക് ചെയ്യിക്കാൻ കഴിയണം. അതാണ് സൂപ്പർ ടെക്നിക്ക് അല്ലെ. ആ ടെക്നിക്ക് നമ്മൾ വശത്താക്കണം. അതറിയാത്തത് കൊണ്ടാണ് നമ്മളെ മക്കള് ഭരിക്കാൻ വരുന്നത് അല്ലെ. അപ്പം എവരി കാര്യത്തില് കുട്ടിനെ ഇൻവോൾവ്ഡ് ചെയ്യിക്കണം. അപ്പൊ മനസ്സിലായില്ല, ആ വീട്ടിലെ കഥ അങ്ങനെ. പിന്നെ ഇനിയിപ്പോ നമ്മളെ ഒരു വീട്ടിലൊരു കല്യാണം വന്നെന്ന് വിചാരിച്ചോ, അപ്പൊ നമ്മളെല്ലാരും കൂടി ഇരുന്ന് പറയില്ല, എത്ര പൊന്ന് വാങ്ങും, എവിടുന്ന് വാങ്ങും, മാലുക്കാസ്ന്ന് വാങ്ങണോ, മലബാർന്ന് വാങ്ങണോ, അതല്ല ലോലുമാളിൽ പോണോ, അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കൂല. അപ്പൊ ഓൻ പറയും, ഉപ്പ എന്റെ ഫ്രണ്ടിന്റെ ഉപ്പ പിന്നെ ഹോൾസെയിൽ ഡീലറാണ് കേട്ടോ, അവിടെ കോയമ്പത്തൂര് ഭയങ്കര സാരി സെല്ലറൊക്കെ ആണ്, അവിടെ പോയിട്ട് സാരി എന്തെങ്കിലും ഡ്രസ്സ്, സാരി ഞാൻ പറയുന്നില്ല, എന്തെങ്കിലും ഡ്രസ്സ്. അന്നേരം പിന്നെ മിണ്ടാണ്ട് ഇരിയടത് വലിയോര് പറയുന്നിടത്തിൽ നിനക്കെന്ത് കാര്യം നല്ല ചോദിക്കണ്ടേ, എവിടാണത്, എന്നാലും അവന്റെ നമ്പർ എടുക്ക്, വിളിക്ക്, നമുക്ക് പോയി വെക്കാം. പക്ഷെ നമ്മൾ ചിലപ്പോ അവിടെ പോകുന്നുമില്ല, ഡ്രസ്സ് വാങ്ങുന്നുമില്ല, ഹോൾസെയിൽ ഡീലറെ സമീപിക്കുന്നുമില്ല. പക്ഷെ അവനൊരു വാല്യൂ ഉണ്ട്, നമ്മൾ വരുത്തി തീർക്കണം. മനസ്സിലായില്ല, ആ കുട്ടിക്ക് 13 വയസ്സായ കുട്ടിക്ക് ഒരു വാല്യൂ ഉണ്ട് എന്ന് വരുത്തി തീർക്കണം. അതാണ് വേണ്ടത് അല്ലേ. അത് അവിടെ ഉണ്ടാക്കി ആ ഒരു എന്താ പറയുന്നത്, സ്പെഷ്യൽ ഒരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം അല്ലേ. ഇനി സാധനം വാങ്ങിക്കൊണ്ട് തന്നാൽ തന്നെ കുറ്റങ്ങൾ ഉണ്ടാവും. ആദ്യത്തെ 3 പ്രാവശ്യം സാധനം വാങ്ങി ഒരിക്കലും നന്നാവൂല. അന്നേരം ഒന്നും മിണ്ടരുത്, മിണ്ടാണ്ട് വാങ്ങിയേക്ക, എന്നിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാം. എന്നാലും അപ്പുറത്തെ പോലെയുള്ള കുട്ടീനെക്കാളും ഭേദാണ് കേട്ടോ. അവന് ഞാൻ പറഞ്ഞപാട് പോയി വാങ്ങി തന്നു. അവന് പഠിക്കുന്നേ ഉള്ളൂ, പഠിച്ചു വരുന്നേ ഉള്ളൂ, പഠിച്ച് എക്സ്പേർട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ഒരു മരിച്ച വീട്ടിൽ പോയപ്പോ അവിടെ കല്യാണം കഴിച്ചിട്ടില്ല, ഒരു 30 വയസ്സിന്റെ ചോടുള്ള പയ്യൻ കയമ അരിയെ കുറിച്ചിട്ട് വാതോരാണ്ട് സംസാരിക്കുന്നു. ഓരോ ബ്രാൻഡ് അരിയും, അരിന്റെ വലുപ്പവും, അരിന്റെ നീളവും, മറ്റേപ്പോഴത്തെ മറ്റേതില്ലേ എന്താണ് ഇന്ത്യ ഗേറ്റ് അരി, അതിനെ കുറിച്ചൊക്കെ
ഒക്കെ ഇപ്പൊ ഞാൻ അതിന്റെ മുമ്പുള്ള സംസാരം ഞാൻ കേട്ടിരുന്നില്ല. അതിന്റെ ഞാനൊരു കൗൺസിലിങ്ങിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ വന്നപ്പോ ഇവനിങ്ങനെ പറയുന്നു. ഞാൻ അങ്ങനെ മനസ്സിലാക്കി ഈ ചെറിയ പയ്യൻ അങ്ങനെ ഈ അരിനെ കുറിച്ചിട്ട് എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ അതേ ഹോൾസെയിൽ മാർക്കറ്റായിട്ട് ഷോപ്പായിട്ട് കളിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പയ്യൻ ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്. ഞാനിങ്ങനെ അന്തം വിട്ടു. അവന്റെ ഉപ്പ മരിച്ചിരിക്കുന്ന വീട്ടിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഫുള്ള് ചെക്കന്റെ തലയിലാണ്. എല്ലാ വീട്ടുകാരൊക്കെ പറയും നമ്മളോടൊക്കെ അവന് ഭയങ്കര സ്നേഹമാണ്. ഒരു പെങ്ങളൊരു ദിവസം കാലം എന്തോ പറ്റിയിട്ട് അടിയോടടുത്ത് കാർ കയറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത്രക്ക് നല്ല സിൻസിയർ ആയിട്ടുള്ള ഒരു മോന്. അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ചാൽ അവൻ നിൽക്കുന്ന ഷോപ്പിൽ അവൻ അതാണ്. അപ്പൊ അവൻ അതിൽ എക്സ്പെർട്ടൈസ് ചെയ്ത് അരിനെ ഓരോ അരികളെ കുറിച്ചിട്ട് വന്ന് അന്നേരം ഞാൻ അറിയാൻ സാധിച്ചത് കയമ അരിക്കൊക്കെ എന്തോ എസെൻസ് സ്പ്രേ ആയിട്ട് അടിക്കുന്നുണ്ടോ അല്ലെ. ചില അരി വാങ്ങിക്കൊണ്ടുവന്ന നല്ല മണാണല്ലോ. എന്താ പറയാ, അതിനെന്തോ ഒരു പേരുണ്ടല്ലോ അല്ലെ. നല്ല കൈമക്ക് എന്തോ ഒരു പ്രത്യേക പേരുണ്ട് ആ കൈമ. അപ്പൊ അങ്ങനെ ഓരോ സാധനത്തിന്റെയും ക്വാളിറ്റി നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം. നമ്മളാണെങ്കിൽ ഒന്നും പഠിപ്പിക്കുന്നില്ല, അവരെ കയ്യിൽ പൈസയും കൊടുക്കുന്നില്ല, ഒന്നും വാങ്ങാനും സമ്മതിക്കൂല. എന്നിട്ട് കുറ്റം 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 അല്ലേ. ഇനി കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ നിങ്ങൾ പറയാം ആരെടുത്താ കുറ്റം, നമ്മളടുത്താണോ കുട്ടികളുടെ അടുത്താണോ? നമ്മളടുത്ത് എന്നാ കുറ്റം. എല്ലാത്തിനൊന്നും ഇപ്പൊ വരാനൊന്നും കാത്തു നിക്കണ്ട അല്ലെ. പിന്നെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് പറ്റിയാൽ അല്ലെ, അയാം വിത്തു അല്ലെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഇനി പഠിക്കണ്ട. ഇന്ന മറിയ റബ്ബി സയഹദീന്ന് പഠിപ്പിച്ച പോലെ ഞാനുണ്ട് അല്ലെ. ഒരു മാർക്ക് ലോസ് വന്നാൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ തോറ്റേ സാരല്ലടാ, നമുക്ക് അടുത്ത പ്രാവശ്യം അടിച്ചു പൊളിക്കടാ. തോറ്റു പഠിക്കണം, തെറ്റിപ്പഠിക്കണം, തെറ്റിൽ നിന്ന് പഠിക്കണം എന്ന് അബ്ദുൽ കലാം പറഞ്ഞിട്ടില്ലേ. അത് ഇപ്രാവശ്യം മാർക്ക് കഴിഞ്ഞാൽ അടുത്ത പരീക്ഷക്ക് നല്ല മാർക്ക് ഉണ്ടാവും. ഇത് ചിരിച്ചുകൊണ്ട് പറയാൻ നമുക്ക് കഴിയണം അല്ലെ. കുട്ടികൾ ഈസ് നോട്ട് പെർഫെക്റ്റ് അല്ലെ. നമുക്കറിയാം നമ്മൾ പെർഫെക്റ്റ് ആണ്. വി ആർ ഇൻപെർഫെക്റ്റ്. നമ്മൾ പെർഫെക്റ്റ് ആണ്. നമ്മളിൽ ഒരുപാട് തെറ്റുകളുണ്ട്. ഈവൻ പ്രവാചകന്മാരുടെ ഓരോരുത്തർക്ക് പറ്റിയ മിസ്റ്റേക്സ് നമുക്കറിയാം. അവർക്ക് ആകെ 1-2 മിസ്റ്റേക്സ് ജീവിതത്തിൽ പറ്റാറുള്ളൂ. പക്ഷെ അതൊക്കെ ഹദീസിലൂടെ ഖുർആനിലൂടെ നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ. നബിക്ക് പറ്റിയ മിസ്റ്റേക്കും, മൂസ നബി അലൈഹി ഇസ്ലാമിന് പറ്റിയ മിസ്റ്റേക്സ്, ഇബ്രാഹിം നബിക്ക് പറ്റിയ എല്ലാവർക്കും പറ്റിയ മിസ്റ്റേക്സ് നമുക്കറിയാം. പിന്നാണോ നമ്മളെ മക്കള് അവരേൽ ഉണ്ടാവൂലേ. അതുകൊണ്ട് മക്കൾ അല്ലെ, ഓൾസോ മക്കൾ ഇംപെർഫെക്റ്റ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ ആ ഒരു ധാരണ വെച്ച് തന്നെ ആയിരിക്കണം നമ്മൾ അവരെ എന്താക്കേണ്ടത്, മുന്നോട്ട് ലീഡ് ചെയ്യേണ്ടത്. നമ്മളെ ലീഡിങ്ങിൽ ആ ഒരു ഇത് കാണണം അല്ലെ. അതായത് ഒരു ലവ് അഫെയർ കുടുങ്ങിയാല് വേറെ എന്തെങ്കിലും ഒരു ബൈക്ക്, അതായത് ആ സമയത്ത് കുട്ടികളെ അതിൽ ബൈക്കൊന്നും നിങ്ങൾ കൊടുത്തു നോക്കണ്ടി, അവര് 150 സ്പീഡിലായിരിക്കും ഓടിക്കുക അല്ലെ. അതൊരു പ്രായത്തിൻ്റെതാണ്. അത് നമുക്ക് എങ്ങനെ മാറ്റാന്ന് വെച്ചാല് പിന്നെ ഡയറക്റ്റ്ലി പറയരുത് നീ ബൈക്ക് ഓടിക്കരുത്, സ്പീഡ് കുറയ്ക്കണം എന്നൊന്നും. അത് പിന്നെ അവന് ആ സ്പീഡിൽ ഓടിക്കുന്ന കുട്ടി തന്നെ 30-40 ആകുമ്പോൾ ഭയങ്കര സ്ലോ മോഷനിൽ ഓടിക്കും. പക്ഷെ അപ്പം പറയേണ്ടത് ഈ ചില കുട്ടികൾ എന്റെ ലോജിൽ ഉണ്ടായിട്ട് ആ കുട്ടികളൊക്കെ അപ്പൊ അതൊരു എന്താ പറയാ, അങ്ങനത്തെ ഒരു സ്വഭാവത്തിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പറയാണ്. ഓനോടല്ല കേട്ടോ, ഓനെ ചീത്തയും പറയില്ല. എന്റെ കോളേജിലൊക്കെ ഉണ്ടായിട്ട് ആ കുട്ടികൾ എന്താ സ്പീഡില്ലേ, അങ്ങനെ സ്പീഡിൽ പോയിട്ട് അത് ഒരുത്തന് കോമാ സ്റ്റേജ് കിടക്കുന്ന അതൊരാട്ടോ അനക്കവും ഇല്ലാണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല കാക്കട്ടെ. വാഴല്ല നിങ്ങളൊക്കെ വണ്ടി എടുക്കലുണ്ടല്ലോ, എങ്ങനെയാണ് എടുക്കല്, സൂക്ഷിച്ചാണോ എടുക്കല്? അതൊന്നും പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ അതല്ലാണ്ട് ഒരു തേർഡ് പേഴ്സൺ പറയുമ്പോൾ, അതല്ലാണ്ട് ഇനി മേലാൽ വണ്ടി എടുത്ത് പോകരുത്, വണ്ടി എടുക്കുമ്പോ അങ്ങനെ പോകരുത്, അതൊന്നല്ല. അങ്ങനെ കണ്ട കുറെ സ്റ്റോറീസ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് നമ്മളിവിടെ ഇരുന്നിട്ട് പറയാം. അതുപോലെ തന്നെ പെൺകുട്ടികൾ വേറെ ഓരോ വീട്ടിലൊക്കെ പിന്നെ ഫാമിലിയിലൊക്കെ ഓരോ ഫാമിലി പിന്നെ തകർച്ചകളൊക്കെ സംഭവിച്ച് ഡിവോഴ്സൊക്കെ ആയി നിൽക്കുന്ന കേസസ് ഉണ്ടാവുമല്ലോ. അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പക്ഷെ അത് അവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനല്ല, അവരൊന്ന് കേൾക്കാനും അറിഞ്ഞിരിക്കാനും വേണ്ടി. അങ്ങനെയാണ്. എല്ലാരും പറയും അതൊന്നും പറയാൻ പാടില്ല. അങ്ങനെയല്ല. നമ്മളപ്പുറത്തെ പുരയിലായ അമിൻതാത്തല്ലേ, അമിൻതാത്തന്റെ മോളെ അമിൻതാത്ത എത്രയേ സ്നേഹിച്ച് പോറ്റിയതിന് ഒരൊറ്റ മോളാലെ ഒരു പണിയെടുക്കാണ്ട് അതിനെ പഠിപ്പിച്ച് ഒന്നും അതിനെ അറിഞ്ഞും കൂടെ അവിടെ പോയി നോക്കുമ്പോ വലിയൊരു തറവാട്ടിൽ ഒരുപാട് ആളുള്ള വീട്ടില് ഇതാണ് ഞാൻ നിങ്ങളെ കൊണ്ടൊക്കെ പണിയെടുപ്പിക്കുന്നത്. കാരണം അങ്ങനെ പണിയെടുക്കാണ്ടും ഒന്നും ചെയ്യാണ്ടും വേറെ ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ എത്തപ്പെട്ടാൽ ചിലപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ചെയ്യേണ്ടിയൊക്കെ വന്നാൽ, ബുദ്ധിമുട്ടൊക്കെ വന്നാൽ നമുക്കത് ചെയ്യണമെന്നല്ല, ചെയ്യേണ്ടി വന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കേണ്ടി വരുമല്ലോ. അങ്ങനെ ആ രീതിയിൽ ഓരോ അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. നമുക്ക് ഒരുപാട് ഹദീസ് മുഖാന്തരം, ഖുർആൻ മുഖാന്തരം പിന്നെ പാഠങ്ങളൊക്കെ പറഞ്ഞു തന്നുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ പുതിയ സാമൂഹിക കൾച്ചറിൽ പറയുന്ന ഒരാൾക്കും ഒന്നും പറഞ്ഞു കൊടുക്കരുത്.
കമ്പയർ ചെയ്യണ്ട. നിങ്ങൾ ഓനേക്കാൾ നല്ല ഇവള് ഓനേക്കാൾ ചീത്ത എന്നൊന്നും പറയണ്ട. പക്ഷെ ഓരോരുത്തരുടെ ലൈഫിലെ ഒരു ഹാപ്പനിങ്സ്, ഇൻസിഡൻസ്, അവർക്ക് സംഭവിച്ചു പോയ ഫെയിലിയേഴ്സ് അല്ലെ, അല്ലെങ്കിൽ സക്സസ്, ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. എന്നിട്ടോ ഇതുപോലെ നീ ചെയ്യണം, ഇങ്ങനെ ആവണം എന്നൊന്നുമല്ല. അപ്പൊ ഇല്ല അതിന്റെ മനസ്സിലൊക്കെ ഒരു രൂഢാമൂലമായ ചിത്രം ഉണ്ടാവും. പിന്നെ വേറെ പെൺകുട്ടികളെ സംബന്ധിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു ABCD അറിയാത്ത കുട്ടികൾ ഒരു ഭർത്താവിന്റെ വീട്ടിൽ പോയി, ഇനിയിപ്പോ എത്ര ലക്ഷപ്രഭു ആയാലും വലിയ CA ആണെങ്കിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും, അവന്റെ കൂടെ നിൽക്കേണ്ടി വന്നാൽ, ഒന്നും അറിയാത്ത കുട്ടി പോയിട്ട് ദിക്കണ്ണിപ്പോവും. പക്ഷെ അത്യാവശ്യം വീട്ടിൽ നിന്ന് സാമർത്ഥ്യവും വെള്ളവും പഠിപ്പും തിരുമ്പലും തുടക്കലും അങ്ങനെ കണ്ട എല്ലാ കാര്യവും ചെയ്തു പോയിട്ട് ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾക്കൊന്നും വിഷമിക്കേണ്ടി വരൂല. അവൾക്ക് അപ്പൊ അവൾക്ക് അറിയാം എങ്ങനെ, എവിടെ, എന്ത് പറയണം, എവിടെ നിൽക്കണം, എത്ര ഒപ്പിടണം, എങ്ങനെ വാഷ് ചെയ്യണം, എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നൊക്കെ അല്ലേ അറിയാം. അതെന്തുകൊണ്ടാ? അത് വീട്ടിൽ നിന്ന് കിട്ടിയ കൊച്ച്. ഒന്നും അറിയാണ്ട് കോളേജിൽ നിന്ന് പിറ്റേ ദിവസം ഉന്തി വേറെ ഭർത്താവിന്റെ വീട്ടിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഫാൾട്ടുകളുണ്ട്, ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും. കുറേ നമ്മൾ പറയും, കുറെ പറയാത്തതുണ്ടാവും. അപ്പൊ അത്യാവശ്യം അവർക്ക് തന്നെ ടെക്നിക്സ് ഒക്കെ പഠിപ്പിച്ച് കൊടുക്കുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അറിഞ്ഞുകൂടാ. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ചതിക്കുഴികളെ കുറിച്ചൊന്നും അവര് അവെയർ അല്ല. അപ്പൊ ഇതൊക്കെ അറിയുന്ന നമ്മൾ ഈ വിഷയത്തിലൊക്കെ ഒന്ന് അവർക്ക് ഒരു താങ്ങും തണലുമായി മറ്റുള്ള ജീവിത അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക. അല്ലാണ്ട് കമ്പയർ ചെയ്യാനല്ല, മറ്റുള്ളവരുടെ ഓരോ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലെ. എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താലും മോശമായാലും ഒരിക്കലും കുറ്റപ്പെടുത്തരുത് അല്ലെ. നമ്മളെല്ലാ കാര്യത്തിലും ഉപ്പ വരാൻ കാത്തുക്കും. ഉപ്പ വന്നിട്ട് മീൻ വാങ്ങാം, ഉപ്പ വന്നിട്ട് കറണ്ട് ബില്ലൊന്നും അടക്കലില്ല, അത് വേറെ കാര്യം. എന്നാലും അടക്കുന്നവരും ഉണ്ടാവും അല്ലെ. അപ്പൊ എൻ്റെ ഒരു കസിൻ ഉണ്ട്, അവൾക്ക് 3 ആൺകുട്ടികളാണ്, പെണ്ണില്ല. അപ്പൊ ഇവിടെ ഹസ്ബൻഡ് ബഹ്റൈനിലാണ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യാന്ന് വിചാരിച്ചാല്, പിന്നെ ഹസ്ബൻഡ് പൈസ കൊണ്ടുവന്നാല് 15-16 വയസ്സുള്ള സമയത്തെ, മോനാണല്ലോ അന്നൊക്കെ ATM പോയി എടുക്കേണ്ടിയിരുന്നു, ഓനാണ് ഓന്റെ കയ്യിൽ തന്നെ പൈസ കൊടുക്കും. അങ്ങനെ ഓൻ ചെലവഴിക്കും. അനിയന്മാർക്കും ഓക്കും എല്ലാ സാധനം ഓനാ വാങ്ങാം. 20-ാം തീയതി കഴിഞ്ഞാൽ പറയും, ഉമ്മ ഇനി നോക്കി പിടിച്ചേ, മീൻ വാങ്ങുമ്പോ നോക്കിക്കേ, ചിക്കൻ വാങ്ങുമ്പോ നോക്കിക്കേ, പൈസ തീരാനായിട്ടുണ്ട് കേട്ടോന്നറിയും. നോക്കിയാട്ടെ, മിറാക്കിൾ റിസൾട്ടാണ്. ആ മോൻ തന്നെ, ഓനിപ്പോ 10, 25, 28 വയസ്സായി, ഇപ്പോഴും വീട് കൺട്രോൾ ചെയ്യുന്നത് ഓൻ തന്നെയാണ്. എല്ലാം ഓക്ക് പൈസ ഓൻ ഇങ്ങോട്ടാ കൊടുക്കുക. അത് നേരത്തെ പറഞ്ഞ ആ വലിയ പണക്കാരന്റെ വീട്ടിലെ പ്ലംബർക്കും ഇലക്ട്രീഷ്യനും പൈസ കൊടുത്ത കഥ പോലെ ആ ചെക്കന് ഭയങ്കര എല്ലാത്തിനും നല്ലൊരു കണ്ടാൽ തന്നെ ഒരു അത്യാവശ്യം പക്വത ഉണ്ടെന്ന് തോന്നിപ്പോ. ഒരു 60 വയസ്സിന്റെ പക്വത കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, മണക്കും. അങ്ങനെ ഓളങ്ങനെ എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ ഓള് പിടിപ്പിച്ചിടും. നല്ല മക്കളുമാണ് അങ്ങനെ. അപ്പൊ അതുപോലെ ഉത്തരവാദിത്വം നമ്മൾ പഠിപ്പിക്കുന്നുമില്ല, നമ്മൾ ആരെ കഥകളെ കുറിച്ച് പറയുന്നുമില്ല. നമ്മളെ ഭാഗത്ത് പോയിട്ട് ഖുർആനും തോണ്ടിക്കളിക്കും, അപ്പുറം പോയിട്ട് വേറെന്തെങ്കിലും തോണ്ടിക്കളിക്കും, അനിയന് മറ്റേ എന്താ പറയുന്ന റൊണാൾഡോകൾക്ക് കളിക്കും. അങ്ങനെ ഓരോരുത്തർ ഓരോ മൂലക്കല്ലിലെ പരസ്പരം ആരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിഷയത്തിലും എന്താക്കുന്നില്ല, സഹകരിക്കുന്നില്ല. ആരുടെ ഒരു വിവരങ്ങളോ അനുഭവങ്ങളോ അറിയാനുള്ള ഒരു ചാൻസ് പോലും ഇല്ല. ഇതാണ്. അല്ലാണ്ട് മക്കളങ്ങൾ ഒരിക്കലും കുറ്റം പറയണ്ട. മക്കളെ നമ്മൾ വഷളാക്കി കൊണ്ടുവരാണ് അല്ലെ. ഇപ്പൊ ഈ ഡൈനിങ് ഹാബിറ്റ്സ് ഉണ്ടല്ലോ, ഡൈനിങ് ടേബിളിൽ അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുത്തും എന്താക്കിയും ഫുഡ് സെർവ് ചെയ്തിട്ടും, അതായത് ഫുഡ് ആയി കഴിഞ്ഞാൽ ഉപ്പനോട് പറയണം, പോയി എടുത്തൊക്കെ മോനെ, ഭക്ഷണമൊക്കെ എടുത്തൊക്കെ, മോനായാലും മോളായാലും ഉപ്പനോട് പറയാൻ പറയണം. ഉമ്മ പറയുന്നതിൽ നല്ല ഒന്നും കൂടെ വെയിറ്റഡ് ആവും ഉപ്പ പറഞ്ഞാൽ. ഓട് എടുത്തൊക്കെ മോനെ ഭക്ഷണം എന്ന് പറയാം. അപ്പൊ ഓൻ കൊണ്ടയച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, കറി ഇവിടെ വെക്കണം, മറ്റേത് അവിടെ വെക്കണം എന്നുള്ള. ചിലപ്പോ ഒരു ഭാഗത്തല്ല ഇപ്പൊ ആ ഭാഗത്തുള്ളവർക്കല്ല ഇത് കിട്ടുള്ളൂ. അങ്ങനെ അത് പാടില്ല. അതാണ് ഡൈനിങ് ടേബിൾ ഹാബിറ്റ്സ്. ആ ഹാബിറ്റ്സ് പഠിപ്പിക്കണം. അതിഥികൾ വന്നാൽ അവരെ ഫുഡ് വിളമ്പി കൊടുത്ത് തീറ്റിച്ച്, അതൊരു സ്നേഹ വേണ്ടിയിട്ടല്ല. ചില അതിഥികൾ തന്നെ ഭയങ്കര മടിയായിരിക്കും ഫുഡ് ഇടാനല്ലേ, ചില ആളുകൾക്ക് അങ്ങനെ. അപ്പൊ നമ്മൾ നിർബന്ധിച്ച് ഇടിയിച്ച് കൊടുത്ത്, നിർബന്ധിക്കണമെന്നല്ല, എന്നാലും ഇടട്ടെ, കഴിച്ചോളി വെച്ചോളി എന്നും പറഞ്ഞിട്ട് ആ രീതിയിലുള്ള അത് ആക്കണം. ഇനി അവര് പത്തിരിയൊക്കെ നിറയുന്ന ആദ്യത്തെ 2-3 പ്രാവശ്യം മടക്കി പരത്തിയാലും നൈസ് പത്തിരി ഉണ്ടാക്കിയാലും ഒന്നും നന്നാവില്ല. അത് ഞാൻ ഉണ്ടാക്കിയിട്ടും നന്നായിട്ടില്ല. എന്റെ മോളുടെ കുറ്റം മാത്രമല്ല, അത് ഞാൻ ഉണ്ടാക്കിയ കാലത്തും നന്നായിരുന്നില്ല അല്ലെ. അവര് പിന്നെ പരത്തട്ടെ, ചൂടട്ടെ, കറികൾ ഉണ്ടാകട്ടെ, ഉപ്പ് കുറയട്ടെ, അടി കരിയട്ടെ, നോട്ട് റിയാക്ട്.
അല്ലേ? അങ്ങനെ പഠിക്കട്ടെ, തെറ്റി പഠിക്കണം, തെറ്റിൽ നിന്ന് പഠിക്കണം അല്ലേ? ആദ്യം കറി വെക്കുമ്പോ ചിലപ്പോ മസാല കൂടി പോവും, പിന്നെ കറി വെക്കുമ്പോ അടി കരിഞ്ഞു പോവും അല്ലേ? അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ എന്താ ചെയ്യാ, ഞാന് നല്ല മുന്തിയ അയക്കൂറ ആകോലി പോലത്തെ മീന, അട്ടർച്ചി അങ്ങനത്തെ ഒന്നും കൊണ്ടുവന്നാ കുട്ടികളെ കൊടുക്കൂല. അത് ടെസ്റ്റ് അടിക്കാൻ നിന്നാ നല്ല സംഖ്യ പൊട്ടും. അതുകൊണ്ട് അതല്ലാത്ത നോർമൽ ചീഞ്ഞ മീനും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ലോക്കൽ സാധനങ്ങൾ കിട്ടിയാൽ അത് വരെ കൊടുക്കും, വെക്കാൻ വെച്ചോളിന്നും പറഞ്ഞു. ഇനി തെറ്റിക്കഴിഞ്ഞാലും സാരമില്ലല്ലോ വിചാരിച്ച. അങ്ങനെ അവരെ പഠിപ്പിക്കണം. ഇനിയിപ്പോ നമ്മൾ സാധാരണ നാച്ചുറൽ നമ്മളമ്മ പഠിപ്പിച്ച അതേ ശൈലിയിലാണ് കറി വെക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ഡിഫറൻറ്റ് സ്റ്റൈലിൽ കറി വെക്കുന്നത് വെക്കട്ടെ. നന്നായാലും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ്, ഒരു കുറ്റവും പറയാണ്ട് കൂട്ടും. നന്നായി എന്നറിയും, ഇല്ലെങ്കിൽ ഒരു കുറ്റവും പറയില്ല അല്ലെ? പിന്നെ ഈ കുട്ടികളും ഹസ്ബൻഡൊക്കെ ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഹസ്ബൻഡിനോടാണെങ്കിലും കുട്ടികളോടാണെങ്കിലും ഒക്കെ വർത്താനം അങ്ങോട്ട് പറയാൻ ചെന്നാൽ ഒരു മിണ്ടൂല. ചിലപ്പോൾ ഒരു മൂടുള്ള സമയത്താണെങ്കിൽ അവര് വർത്താനം പറയുമെന്ന് അന്നേരം നമ്മൾ ഖുർആനും എടുത്തു പോകും അല്ലെ? അപ്പോൾ എന്താക്കണം, ഒരു ഫാമിലി ഇന്ററാക്ഷൻ ഇസ് ദ ബെസ്റ്റ് ക്വാളിറ്റി അല്ലെ? നമ്മളെ ഒരു വീട്ടിൽ അത് നിർബന്ധമാണ്. ഇപ്പൊ എന്റെ വീട്ടില് ഇപ്പൊ ഈ അടുത്ത് കട്ടില് മാറ്റുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയ കട്ടില് മതിയെ, ഇനി കുട്ടികളൊന്നും ഇല്ലാലോ, വയസ്സായാലും ഇനി പ്രസവിക്കാൻ കുട്ടികളാണെങ്കിൽ പറ്റൂല, വലിയ കട്ടിൽ തന്നെ ഉണ്ടാക്കണം. അതെന്തിനാ, നമ്മള് വന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കിടന്ന് കഥ പറയാൻ, എന്നാ ഓക്കെ. എന്നിട്ട് വരുത്ത കട്ടിലുണ്ടാക്കിയിട്ട് നമ്മൾ രണ്ടാളും രണ്ടറ്റത്തായി പോകണം. അത് രക്ഷയില്ല. മക്കളെ ഇതാണ് നല്ലത്, നമുക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് കഥ. ശരി, അവരൊക്കെ വരുമ്പോ അങ്ങനെ പറയും. അങ്ങനെ അത് നമ്മളെ കുട്ടികളും എന്റെ പേരമക്കളും ചെറിയ മക്കളും അത് കാണും. എന്നിട്ട് അവരും വന്നിരിക്കും, അങ്ങോട്ട് തമാശ പറഞ്ഞ് ഇങ്ങോട്ട് തമാശ പറഞ്ഞ്. അങ്ങനെ നമ്മളിലുള്ള തെറ്റുകൾ പോലും പലരും തിരുത്തപ്പെടും അല്ലെ? ഞാനൊക്കെ ചെയ്യുന്ന തെറ്റ് ഞങ്ങൾ കുട്ടികൾ പറഞ്ഞ് കളിയാക്കും, അതുപോലെ ഇപ്പൊ ചെയ്യുന്ന മക്കള് കളിയാക്കും. എന്റെ കല്യാണം കഴിഞ്ഞ കാലത്ത് ഹസ്ബൻഡൊക്കെ ഭയങ്കര സീരിയസ് ആയിരുന്നു, എല്ലാവർക്കും പേടിയാണ്, അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. പക്ഷെ ഇവിടെ എത്തി എന്റെ കൈ കിട്ടിയാല് ഞാനതൊക്കെ എന്റെ എല്ലാ രീതിയിലും ടോൺ ചെയ്ത്, ദേഷ്യമുള്ളപ്പം പറയില്ല, അല്ലാത്തപ്പം പറയും. അതായത് നമ്മളെ തെറ്റുകൾ ആരെങ്കിലും പറഞ്ഞു തന്നാലല്ലേ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ വലിയ പ്രധാനമന്ത്രിയാന്നും പറഞ്ഞു നിന്നാ എന്നോട് ആരെങ്കിലും തെറ്റ് പറയോ? തെറ്റ് പറയാൻ ഞാൻ തിരുത്താൻ പറ്റുമോ? നസ്ലല്ലാഹു അലൈഹി വസല്ലം, ഈവൻ നസ്ലല്ലാഹു അലൈഹി വസല്ലമ വഹി വരുന്ന നസ്ലല്ലാഹു അലൈഹി വസല്ലമനെ പോലും ആയിഷ റളിയല്ലാഹു തിരുത്തിയിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു എന്നിട്ട് ഒരു ദിവസം കേട്ട് മിണ്ടാണ്ട് ഇറങ്ങിപ്പോയ കഥ ഉണ്ട്, ചരിത്രം ഉണ്ട് അല്ലെ? അപ്പൊ അതുപോലെ നമ്മൾ ഹസ്ബൻഡിന്റെ തെറ്റായാലും ഭാര്യന്റെ തെറ്റാണെങ്കിലും കുട്ടികളുടെ തെറ്റാണെങ്കിലും ഒക്കെ ചിരിച്ചുകൊണ്ട്, അതാണ് ചിരിച്ചു കത്തിയേക്കാന്ന് പറയുന്നത്, അതാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് അവിടെ മാറ്റങ്ങൾ, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ വരും, ലൈഫിൽ ചേഞ്ചസ് വരും അല്ലെ? അങ്ങനെ ഈ പെൺകുട്ടികളാണെങ്കിൽ, ഇനിയിപ്പോ നമ്മളെ വീട്ടിൽ പെൺകുട്ടികളുണ്ട്, എന്താ പറയുക ചെയ്യുക, അവര് വീട്ടിൽ ഗസ്റ്റ് വന്നാല് ഒരു ഫോണും എടുത്ത് ഒറ്റ റൂമിൽ പോയി വാതിലടക്കല. അങ്ങനെയല്ല, ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും ശ്രദ്ധിക്കരുത്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നു, ആക്കുന്നു, കൊടുക്കുന്നു, തിരിഞ്ഞളിക്കുന്നു അടുക്കളയിൽ. അവർക്ക് ഫുഡ് ഇട്ട് കൊടുക്കാൻ ഏൽപ്പിക്കുക, ഫുഡ് കൊണ്ടുപോയി വെക്കാൻ ഏൽപ്പിക്കുക. എന്നിട്ട് അവർക്ക് വന്നിട്ട് നൈറ്റ് ഉണ്ടോ, നൈറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എടുത്തുതരാം. നിസ്കാരപ്പടം വേണോ, അല്ല സോക്സ് വേണോ, അല്ല ഏത് റൂമിലാ കിടക്കുന്നത്, ഒന്നും എടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. അങ്ങനെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ റെഡിയാക്കി കൊടുക്കുക. അങ്ങനെ അവര് പിന്നാലെ നടക്കാൻ ഈ മക്കൾ നമ്മൾ അറേഞ്ച് ചെയ്യണം. അല്ലാണ്ട് എല്ലാം അമ്മ പത്തിരിടുന്നിടത്തുനിന്ന് പത്തിരി അവിടെ കരയുന്നുണ്ടാവും, ചാറ് പറിച്ച് മറിയുന്നുണ്ടാവും, അതിന്റെ അടുക്ക് വരും ഗസ്റ്റിന് എന്തെങ്കിലും എടുത്ത്. അതല്ല, ഗസ്റ്റിനാണായാലും പെണ്ണായാലും അവരൊക്കെ ചെയ്തു കൊടുക്കട്ടെ. ആണെന്നാന്ന് വലിയ കുട്ടികളല്ല, ചെറിയ കുട്ടികളോടും പറയാം അല്ലെ? പിന്നെ കുടുംബ വീടുകളിലൊക്കെ ഗിഫ്റ്റ് കോള് അങ്ങനെയാണ്ട് പല സാധനം ഉണ്ടല്ലോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരുപാട് സാധനങ്ങൾ ചിലപ്പോൾ കിട്ടുമല്ലോ, ആരെങ്കിലും വരുമ്പോ എന്തെങ്കിലും സാധനം കൊണ്ടുവരും, ഗൾഫിൽ നിന്ന് മിഠായി കൊണ്ടുവരും, കോള്, നമ്മളെ കോഴിക്കോട് അങ്ങനെ പറയാം, പലഹാരം കൊണ്ടുവരും, കോള് കൊണ്ടുവരാം. അപ്പൊ കോളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുടുംബ വീടുകളിലൊക്കെ കൊണ്ടുപോകാൻ പഠിപ്പിക്കുക. ഇതൊന്നും കൊണ്ടേ കൊടുക്കുവാനേ അവിടെ എന്നറിയാം. അപ്പൊ പറയാൻ എനിക്ക് മടേ പറ്റൂല, പോയി കൊടുക്കുകയും വേണം, പോയിട്ട് ലേശം ഇരുന്നു അവരോട് എന്തേ പറയുകയും വേണം. മനസ്സിലായില്ലേ? അങ്ങനെ അതൊരു ശീലാക്കി വളർത്തിക്കൊണ്ടുവരിക. അപ്പൊ എന്താവും, കുട്ടികള് ബന്ധുക്കളായിട്ടൊക്കെ മിങ്കിളാവും അല്ലെ? ഞാൻ അവിടെ ആരെ പ്രായമായവരുണ്ടെങ്കിൽ ഓലെ പോയി കണ്ട് ഓലോട് രണ്ട് തമാശ പറഞ്ഞില്ലേ, 5 മിനിറ്റ് അവിടെ ഇരിക്കാന് പരിശീലനം കൊടുക്കുക. അവനൊന്ന് പോയിട്ട് അവിടെ ഒന്നിരുന്നു, 1-2 വർത്താനം പറഞ്ഞു, കുടുംബക്കാരല്ലേ. പിന്നെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വലിയൊരു ബിഗ് മിസ്റ്റേക്ക് ആണ് നമ്മുടെ കുടുംബ ബന്ധുക്കളെ കുറിച്ചോ അയൽവാസികളെ കുറിച്ചോ ഒന്നും കുട്ടികളോട് കുറ്റം പറഞ്ഞു കൊടുക്കാണ്ടിരിക്കുക. അവരെ മനസ്സിൽ, കുഞ്ഞു മനസ്സിൽ, കളങ്കമില്ലാത്ത മനസ്സിൽ നമ്മൾ കളങ്കം കുത്തി നിറയ്ക്കരുത് അല്ലെ? പിന്നെ അവർ ആ കണ്ണിലൂടെ ആയിരിക്കും അവരെ നോക്കുക, അവരിഷ്ടം ഉണ്ടാവില്ല അല്ലെ? പിന്നെ കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാല് ചെറിയ മക്കളാണെങ്കിൽ കൈ പിടിച്ച് കയറ്റുക, വിശേഷങ്ങൾ ചോദിക്കുക. എസ്പെഷ്യലി കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ എവിടെയെല്ലാം ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ, കറങ്ങാൻ പോയിനോ, അങ്ങനെ കണ്ട കഥകളൊക്കെ ചോദിക്കുക അല്ലെ? വിശേഷങ്ങൾ വരെ ചോദിച്ചറിയാം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ആയിഷ പിന്നെ
കോയമ്പത്തൂർ വർക്ക് ചെയ്യുമ്പോൾ ആയിഷക്ക് ഒരു കുട്ടീൻ്റെ അവിടെ ഫ്രണ്ട്സിനൊന്നും കുട്ടികളൊന്നും ആയില്ല, അവരൊന്നും കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അവിടെ കുറേ നോൺ മുസ്ലിം കുട്ടികൾ ഇവരെല്ലാം ഒന്നിച്ചാ താമസം. അപ്പോൾ ഇവർക്ക് അങ്ങനെ ഓരോ സ്ഥലത്ത് ടൂർ പോകാൻ പൂതിയാവും. അപ്പം പൂതിയാകുമ്പോൾ നോൺ മുസ്ലിംസ് ആണെങ്കിൽ പോലും പെൺകുട്ടികളെ ഒറ്റക്ക് വിടൂല അവരൊന്നും. അപ്പൊ അവരറിയാൻ പറ്റൂല, അങ്ങനെ പോകാൻ പറ്റൂല എന്നറിയാം. അപ്പം പിന്നെ ആയിഷന്റെ ഉമ്മ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവര് വിടും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ആയിഷനെ ഇഷ്ടമാണ് വെച്ചാൽ അവള് മൊത്തയൊക്കെ ഇട്ട് നടക്കുന്ന അന്ന് അവർക്കൊരു വലിയൊരു ദീനി ഒരു അപ്രോച്ചാണ് നമ്മളോട്. അപ്പം മഫ്തിട്ട് നടക്കുന്നതുകൊണ്ട് ഞാനുണ്ട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാനിവിടെ മോളെയും കൊണ്ട് അങ്ങോട്ട് കോയമ്പത്തൂർ പോയിട്ട് അവിടുന്ന് കൂട്ടി കൊടൈക്കനാൽ അങ്ങനെ രണ്ട് സ്ഥലത്തൊക്കെ കുട്ടികളിങ്ങനെ, അപ്പൊ ഞാനൊരു ലോക്കൽ ഗാർഡിയനായിട്ട് അവരെ കൂടെ ഉണ്ടാകും. അപ്പൊ ഈവൻ നോൺ മുസ്ലിംസിന് പോലും അവരുടെ പെൺകുട്ടികളെ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ വിടാൻ അവര് പോലും ഭയപ്പെടുന്നുണ്ട്. മനസ്സിലാക്കണം അല്ലെ? അപ്പൊ നമ്മൾ മാത്രല്ല അവരുടെ വിഷയത്തിലും അവരും ഈ ചാരിത്രത്തെ അവരും ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ അപ്പൊ ഒരു ആസ് എ ഫ്രണ്ട്സ് അല്ലെ, നമ്മളൊരു ഫ്രണ്ട്സിനെ പോലെ സംസാരിക്കാൻ കഴിയണം. ഏതൊരു ഒരു കാര്യത്തിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും കൂടാണ്. നമ്മളെ കുട്ടികൾക്ക് ഒരു വിഷമം ഉണ്ടെങ്കിൽ അത് നമ്മളോട് പറയാൻ പറ്റണം അല്ലെ? ഈവൻ സില്ലി കാര്യങ്ങൾ വരെ അത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ ബെസ്റ്റ് ലിസണർ ആയിരിക്കണം അല്ലെ? ബെസ്റ്റ് ലിസണർ ആവണം, ബെസ്റ്റ് ഫ്രണ്ട് ആവണം, ബെസ്റ്റ് ഡിയർ ആവണം, ബെസ്റ്റ് വെൽവിഷർ ആവണം അല്ലെ? ബെസ്റ്റ് അഡ്വൈസർ ആവരുത്. അഡ്വൈസ് ചെയ്യാം, പക്ഷെ അവർക്ക് അത് അഡ്വൈസ് ആണെന്ന് തോന്നരുത്. അഡ്വൈസിന്റെ ഒരു ടോണിലാവരുത് നമ്മൾ പറയുന്നത് അല്ലെ? അങ്ങനെ പേരൻസ് അങ്ങനെയുള്ള മക്കളൊന്നും ഒരിക്കലും പേരൻസിനെ ഉപേക്ഷിച്ച് കാമുകന്റെ പിന്നാലെ പോകുകയില്ല അല്ലെ? ഷുവറാണ്, അങ്ങനത്തെ മക്കളൊന്നും അങ്ങനെ പോകുകയില്ല. ഉപ്പയും മക്കൾ ടി വിയിൽ, അതായത് ടി വിയിൽ ബിസിയാവുമ്പോ മകൾ വേറെ ഏതെങ്കിലും രീതിയിൽ പോകുന്നു, മകൻ വേറെ ഇതിലിപ്പോ അങ്ങനെയല്ല. നമ്മൾ വീട്ടിൽ എല്ലാവരും കൂടെ ഉള്ളപ്പോ നമ്മളുടെ സെൽഫ് താല്പര്യങ്ങളൊക്കെ ഒഴിവാക്കി നമ്മൾ മക്കളോടൊപ്പം, ഭാര്യയോടൊപ്പം, കുട്ടികളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാകണം. എന്താക്കണം? ഫോണ് മാറ്റി വെക്കണം. ഫോണ് മാറ്റി വെക്കാണ്ട് നമുക്ക് ഒരിക്കലും ഒരു നല്ലൊരു ഫാമിലി സർക്കിൾ ഉണ്ടാക്കാൻ പറ്റുകയില്ല. ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലിപ്സ്റ്റിക് ഇടല്, ഷോള് വൺ സൈഡ് ഇടല്, ഓവറായി ഫോൺ യൂസ് ചെയ്യല്, പറഞ്ഞ അനുസരിക്കാതിരിക്കല്, ഇതൊക്കെ അവരുടെ അജണ്ടകളിൽ പെട്ടതാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വരുമ്പോ അതോ പഠിച്ചോനെ, ലിപ്സ്റ്റിക് നല്ല ലേശം വീട്ടിൽ നിന്ന് ഇട്ടിട്ട് കളിച്ചോ, പുറത്തു പോകുമ്പോ ഇടണ്ട, അത് വലിയ നല്ല സാധനമൊന്നും അല്ല അല്ലെ? ചുണ്ടിന് ക്യാൻസർ ഒക്കെ വരുമ്പോലെ അങ്ങനെ ഒരു ലൈറ്റ് എന്താ പറയാ ഒബ്ജക്ഷൻ അല്ലാണ്ട് ഇടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഗതി? കുട്ടികളോട് മൊബൈൽ എടുക്കരുത് എന്ന് പറഞ്ഞാൽ അവർക്കത് മൊബൈൽ എടുത്തേ പറ്റൂ, കളിച്ചേ പറ്റൂ. നിർത്താൻ വിചാരിച്ചാണെങ്കിൽ അവർ നിർത്തൂല. അത് എല്ലാ മനുഷ്യന്മാരെ ഒരു സ്വഭാവമാണ് അല്ലെ? അപ്പൊ ഷട്ടപ്പ് യുവർ മൗത്ത് എന്ന് പറഞ്ഞാൽ അവർ സംസാരിക്കും അല്ലെ? സംസാരിക്കുന്നു പറഞ്ഞാൽ അവര് മിണ്ടൂല. അപ്പൊ അതുകൊണ്ട് ഷോള് വൺ സൈഡ് ഇടുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ പല ഉപദേശങ്ങളും കൊടുത്ത് അതിലേക്ക് കൊണ്ടുവരല്ലാണ്ട് ഒറ്റ സുപ്രഭാതത്തില് മാറി വിരിച്ച് ഷോൾ ഇടാൻ പറഞ്ഞാലോ ഓവറായി ഫോൺ യൂസ് ചെയ്യുന്ന പറഞ്ഞാലോ അതൊന്നും അനുസരിക്കാനുള്ള യാതൊരു ചാൻസസും ഇല്ല. പക്ഷെ അത് പറയേണ്ട രീതിയിലായിരിക്കണം എന്ന് മാത്രം. നല്ല ഡയലോഗ്സ് ഒക്കെ പഠിച്ചു വെക്കുക. കുട്ടികളോട് സംസാരിക്കാൻ നമ്മുടെ ആ സ്വഭാവവും നമ്മുടെ പെരുമാറ്റമൊക്കെ മാറിക്കഴിഞ്ഞപ്പം തന്നെ ഈ ഖുർആൻ ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ട് ഈ ക്ലാസ്സുകൾ കുട്ടികളും കേൾക്കും. രാവിലെ ലഞ്ച് എടുക്കുമ്പോഴും ടിഫിൻ എടുക്കുമ്പോഴൊക്കെ രാവിലത്തെ ക്ലാസ്സും മോർണിംഗ് ക്ലാസ്സും ഒക്കെ. എന്നിട്ട് ഉമ്മമാര് ദേഷ്യം പിടിക്കുമ്പോൾ കുട്ടികൾ ചോദിക്കുക, ഉമ്മ അതല്ലാലോ കേട്ടത് എന്ന് ചോദിക്കുക. മനസ്സിലായില്ലേ? അപ്പം അവരൊക്കെ അത് ക്യാച്ച് ചെയ്യുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെ? കുട്ടികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ട് അത് ചെയ്തു കൊടുക്കുക. ഇപ്പം കോളേജ് സ്കൂൾ ലെവലിലൊക്കെ ഭയങ്കര കോസ്റ്റ്ലി, ഭയങ്കര ഹൈഫൈ ടൂറിന്റെ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ടൂർ എന്ന് പറയുന്നത് ഇപ്പൊ 2.5 ലക്ഷത്തിന്റെ ടൂർ വരെ സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പൊ അടുത്ത ദിവസം കുട്ടികൾ ആരോ പറഞ്ഞ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കോളേജിലോ സ്കൂളിലൊക്കെ ചേർത്തുമ്പോൾ ആദ്യം പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, അത്ര വലിയ കേസ് ഇതൊക്കെ വന്നു കഴിഞ്ഞാല് നിങ്ങൾ ഒരിക്കലും അത്ര വലുതൊന്നും നമുക്ക് താങ്ങാൻ പറ്റൂല. അതും നല്ലൊരു ആംബിയൻസിൽ നല്ലൊരു ടൂറൊക്കെ ആണെങ്കിൽ വിടാം എന്ന് ഇത് സ്കൂളിൽ ചേരുമ്പോഴേ നമ്മൾ ആ ഒരു വാർണിംഗ്, ഒരു ലൈറ്റ് വാർണിംഗ് കൊടുത്തിടണം അല്ലെ? ഞാൻ എൻ്റെ കുട്ടികളൊക്കെ പോകുമ്പോ കോളേജിലൊക്കെ പോകുമ്പോ എല്ലാവരും കോളേജിൽ പഠിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ പറയും, മക്കളെ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താ വെച്ചാല്, നിങ്ങള് ഒരിക്കലും തന്നെ
പിന്നെ ബർത്ത്ഡേ അങ്ങനെ കണ്ട പല കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. ബർത്ത്ഡേയും പിന്നെ എന്താണ് ആനിവേഴ്സറി ഫങ്ഷൻസ്, പിന്നെ എന്താണ് കേക്ക് മുറിക്കൽ, അങ്ങനത്തെ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ മാറി നിൽക്കണം. നമുക്കിത് തീരെ പറ്റൂല, നമ്മളിത് ചെയ്യൂല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം 5 കുട്ടികൾ ബർത്ത്ഡേ വെച്ചാൽ 6ാമത്തെ ഇവളെ ബർത്ത്ഡേ ആയിരിക്കും. അപ്പൊ ഇവൾ അങ്ങോട്ട് പിന്നെ കേക്ക് വാങ്ങിക്കൊടുക്കണം, പിന്നെ ഹോട്ടലിൽ പാർട്ടിക്ക് കൊണ്ടുപോകണം, ഒക്കെ വേണ്ടി വരും, നിർബന്ധമായി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമേ അത് കൊടുക്കുമ്പോൾ ഒരു ലൈറ്റായിട്ട് അതിനൊരു ഡയറക്ഷൻ കൊടുത്തിടാ, ഇതൊന്നും നമുക്ക് പറ്റൂല, കളിക്കുന്നോല് കളിച്ചോട്ടെ, നിങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കുക, ലൈറ്റായിട്ട്. അതും സ്ട്രിക്ട്ലി ഒരിക്കലും പറയരുത്. ഇൻഷാ അല്ലാഹ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ നമ്മളെ പെരുമാറ്റത്തിൽ നമ്മളെ ടോട്ടലി മൊത്തം നമ്മൾ ചേഞ്ച് ചെയ്യണം അല്ലെ. നമ്മൾ പഠിച്ചതോ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊന്നും എല്ലാം ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഇത് ഒരു ക്ലാസ് കൊണ്ടും നിങ്ങൾ പഠിക്കൂല. ഇനിയും ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കണം ഇൻഷാ അല്ലാഹ്. ഇതിനെ കുറിച്ചിട്ടുള്ള റിഫ്ലക്ഷൻസ് ഒക്കെ നിങ്ങൾ പിന്നെ യൂട്യൂബിൽ അറിയിക്കുക, അല്ലെങ്കിൽ നേരിട്ട് പറയുക. കാരണം എനിക്ക് ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ എടുക്കണമെങ്കിൽ അതിലെന്താണ് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തണം, ഇനിയും മോഡിഫൈ ചെയ്യണമെങ്കിൽ നന്നാക്കണം അല്ലെ. ആ രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ്. വബില്ലാഹി തൗഫീഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കുട്ടികളെയും തന്നെ നല്ല സ്വാലിഹായ സന്താനങ്ങളായിട്ട് വളർത്തട്ടെ. ഇഹത്തിലും പരത്തിലും നമുക്ക് അനുഗ്രഹം ചൊരിയുന്ന സ്വാലിഹായ മക്കളാട്ടെ. നമ്മൾ കബർ ജീവിതത്തിലും പരലോകത്തും മക്കൾ കാരണം നമുക്ക് ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കുന്ന, ദറജകൾ വർദ്ധിപ്പിക്കുന്ന മക്കളായി തീരട്ടെ. ആമീൻ. റഷീദ അൺമ്യൂട്ട് ചെയ്തോളിയേ. റെക്കോർഡിംഗ് നിന്നിട്ടില്ല ഇപ്പൊ. റെക്കോർഡിംഗ് ഓഫ് ആയിട്ടില്ല അല്ലെ, സ്റ്റോപ്പ് പ്രസന്റിങ് ആയിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇമോജി നിർത്തി വെച്ചിരിക്കായിരുന്നു ഇത്ത. ഇമോജീസ് നിർത്തി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു. അതാണ് അതിന്റെ ഇതൊന്നും വരാത്തത്. എന്താ വെച്ചാ ക്ലാസ് എടുക്ക